ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ പ്രണാമം എല്ലാവർക്കും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രണാമം പ്രഭു. ഹരേ കൃഷ്ണ പ്രണാമം. പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ എല്ലാവർക്കും പ്രണാമം. നമ്മൾ എത്രാമത്തെ ശ്ലോകമാണെന്ന് ഓർമ്മയുണ്ടോ? 12ാമത്തെ എടുക്കണം പ്രഭു. 11 കഴിഞ്ഞു. അല്ല 10 12 9 കഴിഞ്ഞിട്ട് 12ലേക്കാണ് വായിച്ചത് കഴിഞ്ഞ പ്രാവശ്യം. 10 11 കഴിഞ്ഞു. 12 ഇനി 12 അല്ലേ? 12 എടുക്കണം അല്ലേ? ഓക്കെ, ശരി. ഓം നമോ ഭഗവതി പ്രാർത്ഥനയിലേക്ക് കിടക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. 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 നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദ്രയേത് നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ. ഭാഗവതേ ഉത്തമ ശ്ലോകേ ഭക്തിർഭവതി നഷ്ടകീ മുഖം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരി യത്കൃപതമഹം വന്ദേ പരമാനന്ദമാധവം. ശ്രീഗുരുദീനധാരിണം ശ്രീചൈതന്യമീശ്വരം ജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജലശലാകയാ ചക്ഷുർമിലിതം യേന തസ്മൈ ശ്രീഗുരുവേ നമഃ. ശ്രീചൈതന്യം മനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാമഹ്യം തഥാദിശപാന്തികം വന്ദേഹം ശ്രീഗുരു ശ്രീയുതപദകമലം ശ്രീഗുരും വൈഷ്ണവാംശ ശ്രീരൂപം സാഗരജാതം സഹന രഘുനാഥാനിതം തം സജീവം സാദേവം സാവധൂതം പരിജനസഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീരാധാ കൃഷ്ണപാദാൻ സഹനലളിതാ ശ്രീവിശാഖാനി താം സാഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധു ചരിത്രദേ ഗോപേശ ഗോപികാന്ത രാധാകാന്ത നമസ്തുതേ തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധിഭ്യേവ ച പതിനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിന്നിധി നാമിനേ നമസ്തേ സാരസ്വതേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷശൂന്യവാദി പാശ്ചാത്യദേശധാരിണി. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. പ്രഭാത് की जय, गुरुदेव की जय, अनंत कोटि वैष्णव भक्त की जय. 12. ഓക്കെ, ഹരേ കൃഷ്ണ. ഇതില് 12ാമത്തെ ശ്ലോകം പറയുന്നത് അനിഷ്ടമിഷ്ടം മിശ്രമിച്ച ത്രിവിധം കർമ്മണാഫലം ഭവതി തിജ്ഞാനം പ്രേത്യ നാതു സന്യാസിനം കശ്ചിത്. അനിഷ്ടം, ഇഷ്ടം, മിശ്രിതം എന്നിങ്ങനെ 3 വിധത്തിലുള്ള കർമ്മഫലങ്ങൾ ത്യാഗമില്ലാത്തവർക്ക് മരണാന്തരം അനുഭവിക്കേണ്ടി വരും. സന്യാസികൾക്ക് അത്തരൊരു അനുഭവം ഉണ്ടാവില്ല. ഹരേ കൃഷ്ണ. വായിച്ചോളൂ. ആരാ വായിക്കുന്നത്? ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. അനിഷ്ടമിഷ്ടം മിശ്രഞ്ച ത്രിവിധം കർമ്മണ ഫലം ഭവത്യത്യാഗിനാം പ്രേത്യാനതു സന്യാസിനാം ക്വചിത്.
അനിഷ്ടം, ഇഷ്ടം, മിശ്രം എന്നിങ്ങനെ 3 വിധത്തിലുള്ള കർമ്മഫലങ്ങളെയും ത്യാഗികളല്ലാത്തവർക്ക് മരണാനന്തരം അനുഭവിക്കേണ്ടി വരും. സന്യാസികൾക്ക് അത്തരം അനുഭവങ്ങൾ ഉണ്ടാവില്ല. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പൊ ഇത് വളരെ സിമ്പിൾ ആണ്. ഇഷ്ടം, അനിഷ്ടം, മിശ്രം. കാരണം ഈ 3 കാര്യങ്ങളും എന്താണ്, തീർച്ചയായിട്ടും അത് ഭൗതികതയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അല്ലെ. അപ്പൊ അത് മൂന്നും നമ്മൾ ഉപേക്ഷിക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് പോലെ ത്യാഗികൾ എന്ന് പറയുന്നത്. അപ്പൊ ത്യാഗികൾ അത് മുഴുവനും ഉപേക്ഷിക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്താണ്, അവർക്ക് പിന്നെ മരണാന്തരത്തിന് അനുഭവിക്കേണ്ടി ഒന്നും ഉണ്ടാവില്ല. കാരണം എന്താണ്, തീർച്ചയായിട്ടും അവര് ഭൗതികതയിൽ നിന്ന് വേർപെട്ട് കഴിഞ്ഞു. അതാണ് പറയുന്നത്. അതുപോലെ തന്നെ സന്യാസികൾക്കും അത് അനുഭവം ഉണ്ടാവില്ല എന്നാ പറയുന്നത്. അടുത്ത ശ്ലോകം. പഞ്ചൈതാനി മഹാബാഹോ കാരണാനി നിബോധമേ സംഖ്യേ കൃതത്വ പ്രോക്താനി സിദ്ധയേ സർവകർമ്മണം. മഹാഭാവ അർജുന, വേദാന്ത പ്രമാണം അനുസരിച്ച് സർവകർമ്മങ്ങളുടെ നിർവഹണത്തിന് 5 കാരണങ്ങളുണ്ട്. അവയെപ്പറ്റി ഇനി പറയാം. എന്നിൽ നിന്ന് പഠിക്കൂ. ഹരേ കൃഷ്ണ. വായിച്ചോളൂ. ഹരേ കൃഷ്ണ. പഞ്ചൈതാനി മഹാബാഹോ കാരണാനി നിബോധമേ സാംഖ്യേ കൃതാന്തേ പ്രോക്താനി സിദ്ധയേ സർവകർമ്മണാം. മഹാബാഹുവായ അർജുന, വേദാന്ത പ്രമാണം അനുസരിച്ച് സർവകർമ്മങ്ങളുടെയും നിർവഹണത്തിന് 5 കാരണങ്ങളുണ്ട്. അവയെപ്പറ്റി ഇനി പറയാം. എന്നിൽ നിന്ന് പഠിക്കൂ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പൊ ഇതിൽ പറയണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേദാന്ത പ്രമാണം അനുസരിച്ച് 5 കാരണം, എന്തൊരു കാര്യം തുടങ്ങുമ്പോഴും അല്ലെ, സർവകർമ്മങ്ങൾക്കും 5 കാരണങ്ങൾ ഉണ്ടെന്നാ പറയുന്നത് വേദാന്തം അനുസരിച്ച്. അതിനെ പറ്റിയാണ് പറഞ്ഞത്. അപ്പൊ നമ്മള് വെറുതെ ഉള്ള ഒരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റാം, അതിന്റെ പിറകിൽ പല കാര്യങ്ങളുണ്ടാവും. സർവകർമ്മങ്ങൾക്കും 5 കാരണങ്ങൾ ഉണ്ടെന്നും അവയെ വിജയത്തിലെത്താൻ ഈ കാരണങ്ങൾ 5നെയും കണക്കാക്കിയെടുക്കണമെന്നുള്ള എന്ന് വിശദീകരിക്കുന്നു. ജ്ഞാനത്തിന്റെ തണ്ടാണ് സാഖ്യം. അപ്പൊ എന്താണ്, ഈ 5 കാര്യങ്ങൾ, സർവകർമ്മങ്ങൾക്കും 5 കാരണങ്ങൾ ഉണ്ട് എന്നും അവയെ വിജയത്തിലെത്തിക്കാൻ ഈ കാരണങ്ങൾ 5നെയും കണക്കിലെടുക്കണം. അപ്പൊ ഒരു കർമ്മം വിജയിക്കണമെങ്കിൽ ഏതെങ്കിലും ഒന്നും മിസ്സായാൽ നടക്കൂല, ഈ 5ഉം വിജയിച്ചിരിക്കണം എന്നാണ് പറയുന്നത്. ആ കാര്യം എന്താണെന്ന് നോക്കാം. അധിഷ്ഠാനം തദകർത്ത കരണം ച പൃഥഗ്വിധം വിവിധം ച പൃഥക് ചേഷ്ടം ചൈവാത്ര പഞ്ചമം. രേഷ്ണ മാതാജി ഒന്ന് മ്യൂട്ട് ചെയ്യാ. രേഷ്ണ. മ്യൂട്ടാവും മാതാജി. വീണ്ടും മാതാജി മ്യൂട്ട് ചെയ്തോളൂ. വായിക്കട്ടെ പ്രഭുജി? വായിച്ചോളൂ. അധിഷ്ഠാനം തഥാ കർത്ത കരണം ച പൃഥഗ്വിധം വിവിധാശ്ച പൃഥക് ചേഷ്ട ദൈവം ചൈവാത്ര പഞ്ചമം. അധിഷ്ഠാനം ശരീരം, കർമ്മം ചെയ്യുന്ന ആൾ, കാരണങ്ങൾ, ഇന്ദ്രിയങ്ങൾ, നാനാവിധത്തിലുള്ള ഉദ്യമങ്ങൾ, പരമാത്മാവ് എന്നിവയാണ് കർമ്മത്തിന്റെ 5 ഘടകങ്ങൾ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പൊ ഈ 5 കാര്യങ്ങൾ എന്ന് പറഞ്ഞു, 5 കാര്യങ്ങളാണ് കർമ്മം ചെയ്യിപ്പിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. സർവകർമ്മങ്ങളുടെയും നിർവഹണത്തിന് 5 കാരണങ്ങൾ ഉണ്ടെന്ന്. ഈ 5 കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് പറയുമ്പോൾ, ഒന്ന് നമ്മുടെ ശരീരം തന്നെ, അനുഷ്ഠാനം ശരീരം, കർമ്മം ചെയ്യുന്ന ആള് വ്യക്തി, കരണങ്ങൾ ഇന്ദ്രിയങ്ങൾ അല്ലെങ്കിൽ ഇന്ദ്രിയങ്ങൾ എന്ന് പറഞ്ഞു, നാനാവിധത്തിലുള്ള ഉദ്യമങ്ങൾ, പരമാത്മാവ്. അപ്പൊ നമുക്കൊന്ന് എന്ത് കാര്യം വേണം, നമുക്ക് ശരീരം വേണം, പിന്നെ കർമ്മം ചെയ്യുന്ന ആള്, അപ്പൊ നമുക്കത് വേണമെങ്കിൽ ജീവാത്മാവ് അല്ലെ, നമ്മുടെ ആത്മാവ്, നമ്മൾ ചെയ്യിക്കുന്ന ആള് അല്ലെ. പിന്നെ കരണങ്ങൾ, അതായത് ഇന്ദ്രിയങ്ങൾ ഉപയോഗിച്ചുള്ള പല കാര്യങ്ങളും, ശരീരത്തിലുള്ള ഇന്ദ്രിയങ്ങൾ നമ്മൾ ഉപയോഗിക്കേണ്ടി വരും. പിന്നെ നാനാവിധത്തിലുള്ള ഉദ്യമങ്ങൾ, എന്തെങ്കിലും ഒരു കാരണം വേണമല്ലേ നമ്മൾ ചെയ്യണമെങ്കിൽ, അത് നാനാവിധത്തിലുള്ള ഉദ്യമങ്ങൾ, പിന്നെ പരമാത്മാവ്, ഇങ്ങനെ എന്നിവയാണ് കർമ്മത്തിന്റെ 5 ഘടകങ്ങൾ എന്ന് പറഞ്ഞത്. ശരീരസ്ഥനാത്മാവ് കർമ്മ ഫലങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കൊണ്ടുകൊണ്ട് കർത്താവ് എന്ന് പറയുന്നു. അപ്പൊ അതിന് കർത്താവ് എന്ന് പറയുമ്പോൾ എന്താണ്, ശരീരം. അധിഷ്ഠാനം എന്ന ശരീരം, ശരീരസ്ഥനായ ആത്മാവ്, അതാണ് ശരിക്കും കർമ്മം ചെയ്യുന്ന ആൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കർത്താവ് എന്ന് പറയുന്നത്. കർമ്മോപകരണമായ ഇന്ദ്രിയങ്ങളുടെ ആത്മാവ് പല വിധത്തിലും പ്രവർത്തിക്കുന്നു. ഓരോ കർമ്മത്തിന്റെ പിന്നിൽ വ്യത്യസ്തമായ ഓരോ ഉദ്യമമാണ് ഉള്ളത്. അപ്പൊ എന്താണ്, കർമ്മോപകരണങ്ങളായ ഇന്ദ്രിയങ്ങളെ ആത്മാവ് പല വിധത്തിൽ പ്രവർത്തിപ്പിക്കുന്നു. അപ്പൊ നമ്മളെ ഇന്ദ്രിയങ്ങളെ പല രീതിയിലും പ്രവർത്തിപ്പിച്ച് ഓരോ കർമ്മങ്ങളും ആത്മാവ് ചെയ്യുന്നു. അതിന് ഓരോ കർമ്മത്തിന് പിന്നിൽ വ്യത്യസ്ത, അപ്പൊ ഒരു കാര്യം കഴിയുമ്പോഴേക്കും അടുത്ത കാര്യത്തിലേക്ക് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും എന്നാണ് പറയുന്നത്. അടുത്തത്, ശരീരം വാഗ്മനോ ബ്രിയതേ കർമ്മ പ്രാരഭതേ നര.
ന്യായം വാ വിപരീതം വാ പഞ്ചൈതേ തസ്യ ഹേതവം. ന്യായമാവട്ടെ അന്യായമാവട്ടെ മനുഷ്യർ തന്റെ ശരീരം, വാക്ക്, മനസ്സ് എന്നിവയിൽ ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിക്കും കാരണം ഈ 5 ഘടകങ്ങളാണ്. വെച്ചോളൂ. ശരീരവാഗ്മനോഭിർയത് കർമ്മ പ്രാരഭതേ നരഃ ന്യായം വാ വിപരീതം വാ പഞ്ചൈതേ തസ്യ ഹേതവാ. ന്യായമാവട്ടെ അന്യായമാവട്ടെ മനുഷ്യൻ തന്റെ ശരീരം, വാക്ക്, മനസ്സ് എന്നിവയാൽ ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിക്കും കാരണം ഈ 5 ഘടകങ്ങളാണ്. ഹരേ കൃഷ്ണ. അപ്പൊ അതിൽ പറഞ്ഞത് ശരിയോ തെറ്റൊന്നൊന്നുമില്ല. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, എന്ത് കാര്യം ചെയ്യണമെങ്കിലും ഈ 5 കാര്യങ്ങൾ വേണം. വളരെ സിമ്പിൾ ആണ്. നമുക്ക് ശരീരം ഇല്ലാണ്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. ആത്മാവ് വേണം, പരമാത്മാവ് വേണം, പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയണം, അത് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇന്ദ്രിയങ്ങൾ വേണം, അതല്ലേ? അപ്പൊ അത് ശരിയായാലും തെറ്റാണെങ്കിലും ഇതിനൊക്കെ ഈ 5 കാര്യങ്ങൾ ആവശ്യമാണ് എന്നാണ് പറയുന്നത്. അടുത്ത ശ്ലോകം തൈത്രവം സതി കർത്താരം ആത്മനം കേവലം തൂയഃ പശ്ചാത്കൃത ബുദ്ധിത്തെന്നോ സപശ്യതി ദുർമതി. ഈ 5 ഘടകങ്ങളെയും കണക്കിലെടുക്കാതെ താൻ തന്നെയാണ് കർത്താവെന്ന് വിചാരിക്കുന്നവൻ തീർച്ചയായും ബുദ്ധിമാനല്ല. അയാൾക്ക് സംഗതികൾ യഥാർത്ഥം കാണാനും കഴിയില്ല. ഹരേ കൃഷ്ണ. തത്രൈവം സതി കർത്താരം ആത്മാനം കേവലം തുയഃ പശ്യത്യാകൃത ബുദ്ധിത്വാന സപശ്യതി ദുർമതി. ഈ 5 ഘടകങ്ങളെയും കണക്കിലെടുക്കാതെ താൻ തന്നെയാണ് കർത്താവെന്ന് വിചാരിക്കുന്നവൻ തീർച്ചയായും ബുദ്ധിമാനല്ല. അയാൾക്ക് സംഗതികൾ യഥാർത്ഥം കാണാനും കഴിയില്ല. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പൊ ഇത് പറഞ്ഞ ഈ 5 ഘടകങ്ങൾ കണക്കിലെടുക്കാതെ ഇപ്പൊ നമ്മൾ എന്താ ചെയ്യണേ, ഞാനാണ് എല്ലാതും ചെയ്യുന്നുള്ള ചിന്താഗതി നമുക്ക് ഉണ്ടല്ലേ. അപ്പൊ അതാണ് പറഞ്ഞത്, അതാണ് നമ്മളിപ്പോ ജീവാത്മാവും നമ്മുടെ ചിന്താഗതി, അതിന്റെ കർത്താവും നമ്മളെ എല്ലാതും നമ്മളാണ് ചെയ്യുന്നത്. പക്ഷെ അങ്ങനെയല്ല എന്നാ പറഞ്ഞത്. ഈ 5 ഘടകങ്ങൾ ഇതിലുണ്ട്. ശരീരം മാത്രം ഇരുന്നാലും ചെയ്യാൻ പറ്റില്ല, ശരീരം കൊണ്ട് മാത്രം ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല, ആത്മാവിനെ കൊണ്ട് മാത്രം ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഒത്തുചേർന്നാൽ മാത്രമേ നമുക്കൊരു കർമ്മം നടക്കുകയുള്ളൂ. അതെന്ന് ബുദ്ധിമാന്മാർക്ക് അത് മനസ്സിലാക്കും, അല്ലാത്തവർക്ക് അത് മനസ്സിലാകില്ല. പരമാത്മാവ് തന്റെ സുഹൃത്ത് എന്ന നിലയിൽ ഹൃദയത്തിൽ ഇരുന്നു കൊണ്ട് കർമ്മങ്ങൾ നടത്തുമെന്നൊരു മൂഢന് അറിഞ്ഞുകൂടാ. എല്ലാത്തിനും ലാസ്റ്റ് എന്ത് വേണം? ഇത്രയ 4 കാര്യം ഉണ്ടായാലും പോരാ, 5ാമത്തെ കാര്യമായി പരമാത്മാവും കൂടി ഉണ്ടെങ്കിലോ ആ കർമ്മങ്ങൾക്ക് പരിപൂർണമായിട്ട് നടക്കുകയുള്ളൂ എന്നാ പറഞ്ഞത്. ഭൗതിക കാരണങ്ങൾ ശരീരം, കർത്താവ്, കരണങ്ങൾ, പ്രയത്നം എന്നിവയിലാണെങ്കിലും അത്യന്ത കാരണം പരമദിവ്യോത്തമ പുരുഷൻ തന്നെ. അപ്പൊ നമ്മൾ ചെയ്യുന്നത് ശരിയാണോ തെറ്റാ എന്നുള്ള കാര്യമൊന്നല്ല, അത് നമ്മുടെ ഇഷ്ടത്തിന് എന്തെങ്കിലും ചെയ്യാം. പക്ഷെ എന്ത് ചെയ്യണമെങ്കിൽ ലാസ്റ്റ് എന്ത് നടക്കണം? ഭഗവാന്റെ ഒരു പെർമിഷൻ, അല്ലെങ്കിൽ ഭഗവാനാണ് അത്യന്തിക കാരണം പരമദിവ്യോത്തമ പുരുഷനാണ്. അത് പറയാലോ, നമുക്കറിയാലോ, ഭഗവാന്റെ സമ്മതമില്ലാതെ നമുക്കൊരു ചെറുവിരൽ അനക്കാൻ കഴിയില്ല. അപ്പൊ അൾട്ടിമേറ്റ് എല്ലാത്തിന്റെ അനുമതിദായകൻ എന്ന് പറഞ്ഞത് ഭഗവാൻ തന്നെയാണ്, ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും. അത് നമ്മൾ ശ്രദ്ധിക്കണം. അതിന് മുന്നത്തെ ശ്ലോകത്തില് ശരിയോ തെറ്റൊന്നുമില്ല, എന്താണെങ്കിലും ഈ 5 കാര്യങ്ങൾ ആവശ്യമായിട്ട് വരും. ഹരേ കൃഷ്ണ. അടുത്ത ശ്ലോകം. യസ്യ നാഹൃതം ഭാവോ ബുദ്ധിർയസ്യ ന ലിപ്യതേ ഹതോപി സ്വ ഇമം ലോകേ ഹതോ അപ്സി സ ഇമം ലോകേ ഹന്തിന നിബ്ബതേ. മിഥ്യാഹങ്കാരത്തിന്റെ പ്രേരിതനല്ലാതെയും അനാസക്തമായ ബുദ്ധിയോടുകൂടിയും ഒരാൾ നരഹത്യയിൽ ഏർപ്പെട്ടാൽ ഹിംസകനല്ല. താൻ ചെയ്യുന്ന കർമ്മങ്ങൾ അയാളെ ബന്ധിക്കുന്നില്ല. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. യസ്യ നാഹം കൃതോ ഭാവോ ബുദ്ധിർയസ്യ ന ലിപ്യതേ ഹതോപി സ ഇമാം ലോകാൻ ഹന്തിനാ നിബധ്യതേ. മിഥ്യാഹങ്കാരത്താൽ പ്രേരിതനല്ലാതെയും അനാസക്തമായ ബുദ്ധിയോടും കൂടിയ ഒരാൾ നരഹത്യയിൽ ഏർപ്പെട്ടാലും ഹിംസകനല്ല. താൻ ചെയ്യുന്ന കർമ്മങ്ങൾ അയാളെ ബന്ധിക്കുന്നില്ല. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പൊ ഇതിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വ്യക്തി തന്റെ ഇഷ്ടത്തിനല്ല ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാല്, അതാണ് അതില് മിഥ്യാഹങ്കാരത്തിന് പ്രേരിതനല്ലാതെ താൻ എന്ത് കാര്യം ചെയ്താലും അതിന്റെ കർമ്മങ്ങൾ അദ്ദേഹത്തെ ബന്ധപ്പെടുന്നില്ല എന്നാണ് പറയുന്നത്. പരംപുരുഷനായ പരമാത്മാവിന്റെ നിർദ്ദേശം അനുസരിച്ച് കൃഷ്ണബോധത്തോടെ പ്രവർത്തിക്കുന്നവൻ ഹിംസ ചെയ്താലും ഹിംസകനല്ല. അപ്പൊ ഭഗവാന്റെ നിർദ്ദേശത്തിനനുസരിച്ച്, അതിന് അർജുനന്റെ കാര്യം നമുക്കറിയാം അല്ലെ,
അപ്പൊ അങ്ങനെ വരുമ്പോ ആ വ്യക്തി ഹിംസ ചെയ്താലും ഹിംസകനല്ല. അതിനൊരു ഉദാഹരണം പറഞ്ഞ മേലുദ്യോഗസ്ഥന്റെ കൽപ്പന പ്രകാരം മനുഷ്യരെ കൊല്ലാൻ ഭടന്മാർക്ക് കൊലക്കുറ്റം ചുമത്താറില്ലല്ലോ, അവർ ശിക്ഷിക്കപ്പെടാറില്ല. ശരിക്കും നമ്മ ഒരാളെ വ്യക്തിയെ വധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് കൊലക്കുറ്റം കിട്ടും അല്ലെ? പക്ഷെ എന്താണ് ശരിക്കും നമുക്കറിയാം, മേലുദ്യോഗസ്ഥന്റെ കൽപ്പന അനുസരിച്ചാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് പിന്നെ കിട്ടോ? ഇല്ല, ഒരിക്കലും കിട്ടില്ല അയാൾക്ക്. കാരണം അത് മേലുദ്യോഗസ്ഥന്റെ, നമ്മുടെ നാട്ടിൽ ആരാച്ചർ എന്നൊക്കെ പറയുന്നത് അല്ലെ. അപ്പൊ അവർക്ക് ഒരിക്കലും വീണ്ടും അതിന് കൊന്നതല്ല അല്ലെങ്കിൽ ചെയ്തതല്ല എന്നുള്ള ശിക്ഷിക്കപ്പെടാറില്ല. എന്നത് പറഞ്ഞ പോലെയാണ് ഒരു ഭക്തൻ ഒരു നരഹത്യ ഏർപ്പെട്ടാലും അത് ശരിക്കും ആ വ്യക്തി ചെയ്യുന്നതുണ്ടെങ്കിൽ തന്നെയും അത് ഭഗവാന്റെ ഹിതമനുസരിച്ചായിരിക്കും. ഇപ്പൊ അർജുനന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവരുടെ കർമ്മങ്ങൾ അയാളെ ബന്ധിക്കാറില്ല. അടുത്തത് ജ്ഞാനം ജ്ഞേയം പരിജ്ഞാത ത്രിവിധ കർമ്മ ചോദന കരണം കർമ്മ കർത്തേതി ത്രിവിധ കർമ്മ സംഗ്രഹ. ജ്ഞാനം, ജ്ഞാന വിഷയം, ജ്ഞാനി എന്നീ 3 ഘടകങ്ങളാണ് കർമ്മത്തിന്റെ പ്രേരകങ്ങൾ. ഇന്ദ്രിയങ്ങൾ, കർമ്മം, കർത്തവം എന്നിവ അതിന്റെ ഘടകങ്ങളും. ഹരേ കൃഷ്ണ, വായിച്ചോളൂ. ഹരേ കൃഷ്ണ. ജ്ഞാനം ജ്ഞേയം പരിജ്ഞാത ത്രിവിധാ കർമ്മ ചോദന കരണം കർമ്മ കർത്തേതി ത്രിവിധാ കർമ്മ സംഗ്രഹ. ജ്ഞാനം, ജ്ഞാന വിഷയം, ജ്ഞാനി എന്നീ 3 ഘടകങ്ങളാണ് കർമ്മത്തിന് പ്രേരകങ്ങൾ. ഇന്ദ്രിയങ്ങൾ, കർമ്മം, കർത്താവ് എന്നിവ അതിന്റെ ഘടകങ്ങളും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പൊ നമ്മൾ ചെയ്യുന്നതിന്റെ 3 കർമ്മത്തിന് കാരണമായിട്ടുള്ള 3 കാര്യങ്ങളും പിന്നെ ഇന്ദ്രിയങ്ങൾ, കർമ്മം, കർത്തവ്യം എന്നിവ അതിന്റെ ഘടകങ്ങൾ. അപ്പൊ ഒന്നും കൂടെ അത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറഞ്ഞു തരാണ്. അപ്പൊ നിത്യകർമ്മങ്ങൾക്ക് 3 തരം പ്രേരകങ്ങളുണ്ട്. ജ്ഞാനം, ജ്ഞാന വിഷയം, ജ്ഞാനി. അതിൽ കർമ്മ ഉപകരണങ്ങൾ, കർമ്മം, കർത്താവ് എന്നിവയും കർമ്മ ഘടകങ്ങളും ആകുന്നു. അപ്പൊ അതിനെ കർമ്മ ഉപകരണങ്ങൾ എന്ന് പറഞ്ഞത് ജ്ഞാനം, ജ്ഞാന വിഷയം, ജ്ഞാനിയും. പിന്നെന്താണ് നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ കർമ്മം, കർത്താവ് എന്നിവ കർമ്മ ഘടകങ്ങളുമാകുന്നു. മനുഷ്യന്റെ ഏതൊരു പ്രവൃത്തിക്കും ഈ 3 ഘടകങ്ങളും ഉണ്ടായിരിക്കും. പ്രവൃത്തിക്ക് മുൻപായി ഒരു പ്രേരണ ഉണ്ട്, ഇതിനെ പ്രചോദനം എന്ന് പറയുന്നു. അപ്പൊ നമ്മൾ ഏതൊരു പ്രവൃത്തി ചെയ്യുമ്പോഴും അതിന്റെ പിറകിൽ ഈ 3 ഘടകങ്ങളും ഉണ്ടാവുന്ന പറയുന്നത്. ഏത്? ജ്ഞാനം, ജ്ഞാന വിഷയം, ജ്ഞാനി എന്നുള്ള കാര്യങ്ങൾ, കർമ്മ ഉപകരണങ്ങൾ ഉണ്ടാവും. അതേപോലെ തന്നെ കർത്താവ്, കർമ്മം, കർത്താവ് എന്നീ ഘടകങ്ങളും ഉണ്ടായിരിക്കും എന്നാ പറയുന്നത്. അതിൽ പറയുന്നത് വേറൊരു കാര്യം പറയുന്നത്, നമുക്ക് ഏതൊരു പ്രവൃത്തി ചെയ്യുന്നതിന് മുന്നേ ഒരു പ്രേരണ ഉണ്ടാവും അല്ലെ. ഇതിനാണ് പ്രചോദനം എന്ന് പറയുന്നത്. നമുക്ക് ഒരു വെറുതെ എന്തെങ്കിലും ചെയ്യില്ല, നമ്മൾ എന്തെങ്കിലും ഒരു പ്രചോദനം ഉണ്ടായില്ലേ നമുക്കത് ചെയ്യാൻ കഴിയുള്ളൂ. ആദ്യമായി വിചാരം, വികാരം, ഇച്ഛ എന്നീ മാനസിക പ്രക്രിയയിലൂടെ കടന്നു പോരണം ഏത് കർമ്മത്തിന്. ഇതാണ് പ്രചോദനം അല്ലെ. നമ്മളൊരു കാര്യം കാണേ, കേൾക്കേ, അങ്ങനെ അതിനനുസരിച്ച് നമ്മൾ മനസ്സിൽ ചിന്തിക്കാനൊക്കെ തുടങ്ങും അല്ലെ. അത് വേണോ വേണ്ടേ എന്നൊക്കെ ചിന്തിച്ച് അങ്ങനെ പല പല പ്രോസസ്സിന് കൂടെ കടന്നു പോയതിന് ശേഷമായിരിക്കും നമ്മൾ ആ കർമ്മത്തിലേക്ക് കടക്കുക. അതാണ് പറഞ്ഞത്, അങ്ങനെ കടന്നു പോരണം ഏത് കർമ്മത്തിന്റെയും. ഇതാണ് പ്രചോദനം എന്ന്. അപ്പൊ പ്രചോദനമില്ലാതെ ഒരിക്കലും ഒരു കാര്യം നമുക്ക് ചെയ്യാൻ കഴിയില്ല. അപ്പൊ എന്താണ്? അത് കാണുന്നു, അത് വേണോ വേണ്ടെന്ന് ചിന്തിക്കണോ, അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്താണ് പോകുന്നത്. അടുത്ത ശ്ലോകം. ജ്ഞാനം കർമ്മ ച കർത്തവ്യ ത്രൈവിധ ഗുണഭേദത പ്രോച്യതേ ഗുണസംഖ്യേനേ യഥാ വശൃണുത്യന്യഭി. ഭൗതിക പ്രകൃതിയിൽ 3 വ്യത്യസ്ത ഗുണങ്ങൾക്കനുസരിച്ച് 3 വിധത്തിലുള്ള ജ്ഞാനം, കർമ്മം, കർത്താവ് എന്നിവയുണ്ട്. അവയെ പറ്റി ഇനി കേൾക്കൂ. ഹരേ കൃഷ്ണ, വായിച്ചോളൂ. ഹരേ കൃഷ്ണ. ജ്ഞാനം കർമ്മജ കർത്താജ ത്രിദൈവ ഗുണഭേദതഃ പ്രോച്യതേ ഗുണസംഖ്യേനേ യഥാവത് ശൃണുതാന്യഭി. ഭൗതിക പ്രകൃതിയുടെ 3 വ്യത്യസ്ത ഗുണങ്ങൾ അനുസരിച്ച് 3 വിധത്തിലുള്ള ജ്ഞാനം, കർമ്മം, കർത്താവ് എന്നിവയുണ്ട്. അവയെ പറ്റി ഇനി കേൾക്കൂ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പൊ വീണ്ടും നമുക്കറിയാം ത്രിഗുണങ്ങളെ പറ്റി നാം പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. ഭൗതിക പ്രകൃതി 3 വ്യത്യസ്ത ഗുണങ്ങൾ അനുസരിച്ച് 3 വിധത്തിലുള്ള ജ്ഞാനം, കർമ്മം, കർത്താവ്. അപ്പൊ ഇതിൽ തന്നെ നമ്മളെ ത്രിഗുണങ്ങളെ അനുസരിച്ച് വീണ്ടും നമുക്ക് എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, വീണ്ടും നമ്മൾ ഈ ജ്ഞാനം, കർമ്മം, കർത്താവിനെ വീണ്ടും തിരിക്കുകയാണ്. ഞാനിന്ന് പറയുമ്പോൾ സാത്വികമായിട്ടുള്ള ഞാനിന്ന് പറയാ, അല്ലെങ്കിൽ താമസികമായിട്ടുള്ള ഞാൻ, എന്ത് തന്നെയായാലും അതിനെ നമ്മളെ ത്രിഗുണങ്ങൾക്ക് അനുസരിച്ച് ഈ 3 വീണ്ടും
തിരിച്ചിട്ടുണ്ട്, കർത്താവ് എന്നിവയുണ്ട്. അവയെപ്പറ്റി ഇനി കേൾക്കാം. ത്രിഗുണങ്ങൾക്കനുസരിച്ച് ജ്ഞാനം, കർമ്മം, കർത്താവ് എന്നിവയിൽ വരുന്ന വ്യത്യാസത്തെ കുറിച്ചാണ് ഭഗവാൻ ഇങ്ങനെ പറയുന്നത്. അപ്പൊ നമ്മുടെ ത്രിഗുണങ്ങൾ എന്താണോ അതിനനുസരിച്ച് നമ്മുടെ ജ്ഞാനവും നമ്മുടെ കർമ്മവും നമ്മുടെ കർത്താവും മാറിക്കൊണ്ടിരിക്കും. സർവഭൂതേഷു യേനികം ഭാവമവ്യയമീഷതേ അവിഭക്തം വിഭക്തേഷു തദജ്ഞാനം വിധി സാത്വികം. അസംഖ്യ രൂപങ്ങളിൽ ഭിന്നമായി കാണുന്നുവെങ്കിലും എല്ലാ ജീവജാലങ്ങളും അവിഭക്തമായ ഒരു അധ്യാത്മിക പ്രകൃതിയെ കാണാൻ കഴിയുന്ന ജ്ഞാനം ഏതോ അതാണ് സാത്വികതയെന്ന് നീ മനസ്സിലാക്കണം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സർവഭൂതേഷു ഏനൈകം ഭാവമവ്യയമീക്ഷതേ അവിഭക്തം വിഭക്തേഷു തജ്ഞാനം വിധി സാത്വികം. അസംഖ്യം രൂപങ്ങളിൽ ഭിന്നമായി കാണപ്പെടുന്നുവെങ്കിലും എല്ലാ ജീവജാലങ്ങളിലും അവിഭക്തമായ ഒരേ ആധ്യാത്മിക പ്രകൃതിയെ കാണാൻ കഴിയുന്ന ജ്ഞാനം ഏതോ അതാണ് സാത്വികമായതെന്ന് നീ മനസ്സിലാക്കണം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നമ്മൾ സാത്വികമായിട്ടുള്ള ജ്ഞാനത്തെ പറ്റിയാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. അതിലെന്താണ്? അസംഖ്യ രൂപത്തിൽ ഭിന്നമായി കാണും. നമുക്കറിയാം ഭഗവാന്റെ അംശം എല്ലാ ജീവജാലങ്ങളിലുണ്ട്, പക്ഷെ രൂപങ്ങളൊക്കെ വിഭിന്നമാണെന്നറിയാം അല്ലെ. പക്ഷെ എന്താണ് പറയുന്നത്? ഇതെല്ലാതും എന്തിന്റെയാണ്? ഒരു ആത്മീയ പ്രകൃതിയിൽ നിന്നാണ് ഇതെല്ലാം ഉൾക്കൊണ്ട് വന്നിട്ടുള്ളതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ജ്ഞാനത്തെയാണ് സാത്വികമായിട്ടുള്ള ജ്ഞാനം എന്ന് പറയുന്നത്. ദേവനാകട്ടെ, മനുഷ്യനാവട്ടെ, പക്ഷിമൃഗങ്ങളാവട്ടെ, ജലജന്തുവോ വെറും സസ്യങ്ങളാവട്ടെ, സർവ്വജീവജാലം ഒരേ ജീവാത്മാവിനെ കാണാൻ കഴിയുന്ന വ്യക്തിക്ക് സാത്വികമായ ജ്ഞാനമുണ്ട്. അപ്പൊ ദേവനവ പക്ഷിമൃഗാദികൾ എന്തുവായിക്കോട്ടെ, അതിലെല്ലാത്തിലും എന്താണ്? ഒരേ ജീവാത്മാവിനെ കാണാൻ കഴിയുന്ന വെച്ച് കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് സാത്വികമായിട്ടുള്ള ജ്ഞാനമുണ്ട് എന്നാ പറയുന്നത്. എല്ലാ ജീവശക്തികളും ആത്മചൈതന്യം നിലകൊള്ളുന്നു. പൂർവകർമ്മങ്ങൾക്കനുസരിച്ച് അവ വിവിധ ശരീരങ്ങൾ എടുക്കുന്നതേയുള്ളൂ. അപ്പൊ എല്ലാവരിലും എന്താണ്? എല്ലാത്തിനും എല്ലാ സസ്യങ്ങളാവാം, പക്ഷിമൃഗം, അവരെല്ലാവരും ഉള്ളിൽ എന്താണ്? ജീവചൈതന്യം ഒരേപോലെ തന്നെയാണ്, അതിലൊരു വ്യത്യാസമില്ല. പക്ഷെ എന്താണ്? അവർ ആർജിച്ച മുൻകർമ്മ കർമ്മം അനുസരിച്ചാണ് അവർക്ക് ആ ശരീരങ്ങൾ ലഭിക്കുന്നത്. അപ്പൊ ഉള്ളിലിരിക്കുന്നത് അല്ലാതെ ഒന്നും തന്നെയാണ്, പുറം മാത്രമാണ് വ്യത്യാസമുള്ളത്. ആ ജീവചൈതന്യം അനശ്വരമാണ്. ശരീരമാകട്ടെ നശ്വരവും വ്യത്യസ്തമായി കാണപ്പെടുന്ന ശരീരമായിട്ടാണ്. അപ്പൊ എന്താണ്? നമുക്കറിയാം, അതൊക്കെ നാം പറഞ്ഞിട്ടുള്ളതാണ് അല്ലെ. കാരണം ആ ജീവചൈതന്യം എന്താണ്? നശ്വരം, നശിച്ചു പോവില്ല. പക്ഷെ അതോ ശരീരം എന്ന് പറഞ്ഞാൽ നശിച്ചു പോകുന്നതാണ്, നശ്വരവും വ്യത്യസ്തമായി കാണപ്പെടുത്തുന്നതാണ്. അതാണ് നമ്മുടെ ശരീരമല്ല ഒരു നായുടെ അല്ലെ, ഒക്കെ വ്യത്യസ്തമാണ്. പക്ഷെ ഉള്ളിലുള്ള ജീവാത്മാവോ രണ്ടും ഒന്ന് തന്നെ. ഒന്ന് എന്ന് പറഞ്ഞാൽ എന്റെ ജീവാത്മാവ് വേറെ, നാര്. പക്ഷെ എന്താണ്? ഗുണത്തിനനുസരിച്ച് അത് ഭഗവാന്റെ സ്ഫുല്ലിംഗങ്ങൾ മാത്രമാണ്. അടുത്ത ശ്ലോകം. പൃഥക്തേന തു യജ്ഞാനം നാനാഭവാൻ പൃഥക്തദാൻ വേദി സർവേഷു ഭൂതേഷു തദജ്ഞാനം വിധി രാജസം. ഓരോ ശരീരത്തിനും വെവ്വേറെ തരത്തിലുള്ള ഓരോ ജീവാത്മാവ് കുടികൊള്ളുന്നു എന്ന് തോന്നിക്കുന്ന ജ്ഞാനം രാജസമാണ് എന്ന് നീ മനസ്സിലാക്കുക. ഹരേ കൃഷ്ണ. പൃഥക്ത്വേന തു യജ്ഞാനം നാനാഭാവാൻ പൃഥഗ്ധിതാൻ വേദി സർവേഷു ഭൂതേഷു തജ്ഞാനം വിധി രാജസം. ഓരോ ശരീരത്തിലും വെവ്വേറെ തരത്തിലുള്ള ഓരോ ജീവാത്മാവ് കുടികൊള്ളുന്നു എന്ന് തോന്നിക്കുന്ന ജ്ഞാനം രാജസമാണ് എന്ന് നീ മനസ്സിലാക്കണം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇപ്പൊ രാജസ്യമായിട്ടുള്ള ജ്ഞാനത്തിനെ പറ്റിയാണ് പറയുന്നത്. അപ്പൊ രാജസ്യത്തെ പറയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കറിയാം അല്ലെ, ഓരോ ജീവജാലങ്ങളും ഓരോ ശരീരത്തിനും വെവ്വേറെ തരത്തിലുള്ള ഓരോ ജീവാത്മാവ് കുടികൊള്ളുന്നു എന്ന് തോന്നിക്കുന്ന ജ്ഞാനം രാജസമാണ് എന്ന് നീ മനസ്സിലാക്കണം. അപ്പൊ നമ്മളെ പറയില്ല, ഒരു ആനനെ കണ്ടാലും ഒരു നായനെ കണ്ടാലും നമ്മളെ കണ്ടാലും ഒക്കെ വ്യത്യസ്തമായിട്ട് കാണുന്നു വെച്ച് കഴിഞ്ഞാൽ ആ ജ്ഞാനത്തെ തന്നെ പറയുന്നത് രാജസ്യമായിട്ടുള്ള ജ്ഞാനം എന്ന് പറയുന്നത്. ഭൗതിക ശരീരമാണ് ജീവാത്മാവെന്നും ദേഹദേശത്തോടെ അവബോധം നഷ്ടപ്പെടുമെന്നുള്ള അറിവ് രജോ ഗുണത്തിലുള്ളതാണ്. അപ്പൊ ഭൗതിക ശരീരമാണ് ജീവാത്മാ. അപ്പൊ നമ്മുടെ ഭൗതിക ശരീരത്തെ തന്നെ ജീവാത്മാവായിട്ട് കാണുന്ന രീതി. അപ്പൊ ദേഹദേശത്തോടെ അവയുടെ ബോധം നഷ്ടമാവും. അപ്പൊ എന്താണ്? ദേഹം എന്ന് വരുമ്പോൾ ദേഹത്തിൽ തന്നെയാണ് ആത്മാവും ദേഹവും തമ്മിൽ വ്യത്യാസമില്ല എന്നുള്ളൊരു ചിന്താഗതി. അപ്പൊ എന്താ സംഭവിക്കുക? നമ്മൾ ശരീരം വെടിയുന്നതോടുകൂടി എന്താണ്? ആത്മാവും പോയി എന്നുള്ള ചിന്താഗതി വരാം. അങ്ങനെ വരുന്നതിന് അങ്ങനത്തെ ഉള്ള അറിവിനെയാണ് നമ്മള് രജോ ഗുണജ്ഞാനം എന്ന് പറയുന്നത്. യദോ കൃഷ്ണ വേദ കസ്മിൻ കരോ സക്തമഹൈതുകം തദേതാർത്ഥ ബദലപ്തം ച തദാമസമുദാഹൃതം
കാരണം കൂടാതെയും സത്യജ്ഞാനം നേടാതെയും എല്ലാം അത് തന്നെ എന്ന് കരുതി നിസ്സാരമായ കാര്യത്തിൽ അതീവ താല്പര്യം കൊള്ളുന്നതുമായ അറിവ് തമോ ഗുണമാണ്. വായിച്ചോളൂ. ഹരേ കൃഷ്ണ. യദു കൃഷ്ണവദേ കസ്മിൻ കാര്യേ സക്തം ഹൈതുകം അതത്വാർത്ഥമദൽപം ജാ തത്താമാസമുദാഹൃതം. കാരണം കൂടാതെയും സത്യജ്ഞാനം നേടാതെയും എല്ലാം അതുതന്നെ എന്ന് കരുതി നിസ്സാര കാര്യത്തിൽ അതീവ താല്പര്യം കൊള്ളുന്നതുമായ അറിവ് തമോ ഗുണാത്മകമാണ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പൊ ഇതിൽ പറയുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യജ്ഞാനം ലഭിക്കാത്തത് അല്ലേ, പിന്നെ ചെറിയ കാര്യത്തിൽ വളരെയധികം ആഗ്രഹം താല്പര്യമൊക്കെ തോന്നാം. അങ്ങനത്തെ വരുമ്പോൾ ഇനി അതിന് പറഞ്ഞ തമോ ഗുണാത്മകം എന്ന് പറഞ്ഞ ആ ജ്ഞാനത്തെ ഒരു സാധാരണക്കാരന്റെ ജ്ഞാനമല്ല എപ്പോഴും തമോ ഗുണത്തിലുള്ളതായിരിക്കും എന്നാ പറയുന്നത്. കാരണം ബദ്ധമായ ജീവാത്മാവ് എല്ലായ്പ്പോഴും തമോ ഗുണത്തിലാണ് ജനിക്കുന്നത്. അപ്പൊ ജനനം സാധാരണ എല്ലാവരെയും തമോ ഗുണത്തിലാണ് ജനിക്കുന്നത്. കാരണം അറിവില്ല. പ്രാമാണികരിൽ നിന്ന് ധർമ്മശാസ്ത്രത്തിൽ നിന്ന് ജ്ഞാനം സമ്പാദിക്കാനാവാത്ത ഒരാളുടെ അറിവ് ശരീരത്തിനപ്പുറം പോവില്ല. അപ്പൊ നമ്മൾ എല്ലാവരും എന്താണ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ അറിവ് എന്ന് പറയുമ്പോ ശരിക്കും തമോ ഗുണത്തിൽ വരുന്ന അറിവാണ്. ആ ജ്ഞാനാണ് നമുക്കുള്ളത്. കാരണം നമ്മൾ ജനിക്കുമ്പോ തന്നെ അങ്ങനെയാണ് സംഭവിക്കുന്നത്. തമോ ഗുണത്തിലാണ് നമ്മൾ ജനിക്കുന്നത്. അപ്പൊ എന്താണ്, നമ്മൾ പ്രാമാണികരിൽ നിന്നോ ധർമ്മശാസ്ത്രങ്ങളിൽ നിന്നോ ജ്ഞാനം ലഭിക്കാത്തിടത്തോളം കാലം നമുക്ക് ഒരിക്കലും ശരീരത്തിലേക്ക് അപ്പുറത്തേക്ക് പോകാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. അയാൾ ധനം തന്നെയായിരിക്കും ഈശ്വരൻ. അറിവെന്ന ശാരീരമായ ആവശ്യങ്ങൾക്ക് നിറവേറ്റലും. അപ്പൊ സാധാരണ രീതിയിൽ നമ്മുടെ അറിവ് എന്നും പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ശരീരത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക, അത് മാത്രമായിരിക്കും. വേറെ അതിൻ്റെ അപ്പുറത്തേക്ക് പോവില്ല. പിന്നെ കൂടെ വന്ന ധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് ഈശ്വരൻ അല്ലെങ്കിൽ ധനത്തിന് വേണ്ടി ഈശ്വരനെ ആശ്രയിക്കുക, അങ്ങനത്തെ ഉള്ള രീതിയിലുള്ളത്. അപ്പൊ അവരെ സാധാരണ ജനങ്ങൾ എങ്ങനെയായിരിക്കും? ഭക്ഷണം, ഉറക്കം, സ്വയം രക്ഷമൈഥുന്യം, ഇത്ര ആവശ്യമുള്ളൂ. ഇതാണ് തപോ ഗുണജന്യമായ ജ്ഞാനം എന്ന് പറഞ്ഞത്. അപ്പൊ അവിടെ ജ്ഞാനുണ്ട്. പക്ഷെ ആ ജ്ഞാനം എന്ന് പറഞ്ഞത് മൃഗങ്ങളെ പോലെ ജീവിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നു മാത്രമേ ഉള്ളൂ. അങ്ങനത്തെ ഉള്ള ജ്ഞാനത്തെയാണ് പറഞ്ഞത് തമോ ഗുണാത്മമായ ജ്ഞാനം എന്ന് പറയുന്നത്. അടുത്ത ശ്ലോകം. നിയതം സംഗരഹിത ആരാഗദേശദാകൃതം അഫലപ്രപ്സുന്ന കർമ്മ യഥാ സാത്വികമുച്യതേ. അനാസക്തമായും രാഗദോഷരഹിതമായും ബലാസ കൂടാതെയും നിയന്ത്രിക്കും വിധത്തിലുള്ള ചെയ്യുന്ന കർമ്മം സാത്വികം എന്ന് പറയുന്നു. വായിച്ചോളൂ. ഹരേ കൃഷ്ണ. നിയതം സംഗരഹിതം അരാഗദ്വേഷദകൃതം അബലപ്രേപ്സുനാ കർമ്മ യത്തത് സാത്വികമുച്യതേ. അനാസക്തമായും രാഗദ്വേഷരഹിതമായും ബലാസക്തി കൂടാതെയും നിയന്ത്രിതമായ വിധത്തിൽ ചെയ്യുന്ന കർമ്മം സാത്വികം എന്ന് പറയുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഈ ജ്ഞാനത്തെ പറ്റി നമ്മൾ പറഞ്ഞു പോയത് ഇങ്ങേതിന് ഈ കർമ്മത്തിലും ഇതുപോലെ തന്നെ സാത്വികവും രാജസൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ആ സാധ്യമായിട്ടുള്ള കർമ്മത്തെ പറ്റി പറയുമ്പോൾ എന്താണ് നമുക്കറിയാം. സാധ്യമായിട്ടുള്ള ഒരു കർമ്മം എന്ന് പറയുമ്പോ അനാസക്തി അല്ലെ, പിന്നെ രാഗദോഷരഹിതം, ബലാസക്തി കൂടാതെ നിയന്ത്രിതമായ വിധത്തിൽ ചെയ്യപ്പെടുന്ന കർമ്മം സാത്വികമാണ്. ഒരു കാര്യം വളരെ നിയന്ത്രിച്ച് അതിൽ ബലാസക്തി ഇല്ലാതെയും ആസക്തി ഒന്നില്ലാതെ ചെയ്യുമ്പോൾ അതിന് സാത്വികമായിട്ടുള്ള കർമ്മം എന്ന് പറയുന്നത്. അപ്പൊ അവിടെ കർത്തൃത്വാവകാശമോ ആസക്തിയോ തജ്ജന്യങ്ങളായ രോഗദോഷങ്ങളോ കൂടാതെ ഭഗവത് പ്രീതിക്ക് വേണ്ടി കൃഷ്ണഭഗവത്തോടെ അനുഷ്ഠിക്കണം. അതിൽ നിന്നുള്ളവാകുന്ന സംതൃപ്തിയും അഭിമാനവും കണക്കാകാതെ ചെയ്യുന്ന കർമ്മം സാത്വികമാണ്. അപ്പൊ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഭഗവാന് വേണ്ടി അർപ്പിക്കേണ്ട രീതിയിലായിരിക്കണം. അതിൽ നിന്ന് നമ്മൾ വേറൊന്നും പ്രതീക്ഷിക്കരുത്. അങ്ങനെ ചെയ്യുന്ന കർമ്മത്തെയാണ് സാത്വികമായിട്ടുള്ള കർമ്മം എന്ന് പറയുന്നത്. അടുത്ത ശ്ലോകം. യത്തദോ കാമുപാസുന്ന കർമ്മ സഹങ്കാരേണ വാ പുനഃ ക്രിയതേ ബഹുലായസം തദ്രാജസമുദാഹൃതം. തന്റെ ആഗ്രഹം നിറവേറ്റാനോ മിഥ്യാഹംഭാവം കൊണ്ടോ ഏറെ പ്രയാസപ്പെട്ട് ചെയ്യുന്ന കർമ്മമാണ് രാജസ കർമ്മം. ഹരേ കൃഷ്ണ. യദോ കാമേപ്സുനാ കർമ്മ സഹങ്കാരേണ വാ പുനഃ ക്രിയതേ ബഹുലായാസം തദ്രാജസമുദാഹൃതം. തന്റെ ആഗ്രഹം നിറവേറ്റാനായോ മിഥ്യാഹംഭാവം കൊണ്ടോ ഏറെ പ്രയാസപ്പെട്ട് ചെയ്യുന്ന കർമ്മമാണ് രാജസ കർമ്മം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പൊ എന്താണത് രാജസ കർമ്മത്തെ പറ്റി പറയുന്നത്? തന്റെ ആഗ്രഹം നിറവേറ്റാനോ മിഥ്യാഹങ്കാരം കൊണ്ടോ അല്ലെ
വേറെ പ്രയാസപ്പെട്ട് ചെയ്യുന്ന കർമ്മമാണ്. അപ്പൊ എന്താണ്, ഒരു വ്യക്തി രാജസികൾ എന്താ ചെയ്യാ, അവർക്ക് അവരുടെ ആഗ്രഹം നിറവേറ്റാൻ വേണ്ടി ആയിരിക്കും അവർ ഓരോ കാര്യങ്ങൾ ചെയ്യല്ലേ. അപ്പൊ അങ്ങനത്തെ കർമ്മത്തെയാണ് പറയുന്നത് രാജസീയമായിട്ടുള്ള കർമ്മം എന്ന്. പിന്നെ അത് ചെയ്യുമ്പോൾ വളരെയധികം ബുദ്ധിമുട്ടുള്ളവർ അനുഭവിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ചെയ്യുന്ന കർമ്മങ്ങളെയൊക്കെയാണ് രാജസ്യമായിട്ടുള്ള കർമ്മം എന്ന് പറയുന്നത്. അടുത്തത് അനുബന്ധം ക്ഷയം ഹിംസ അനപേക്ഷ പൗരുഷം മോഹദ്ധാരഭൃത കർമ്മ യത്തത്താമസമുച്ചതേ. തുടർന്നുണ്ടാക്കിയ കെട്ടുപാടുകളുടെയോ അന്യർക്കുണ്ടാവുന്ന നാശത്തെയോ ക്ലേശങ്ങളെയും അവഗണിച്ച് ശാസ്ത്രനിർദ്ദേശങ്ങൾക്ക് അതീതരുമായി വ്യാമോഹം മൂലം ചെയ്യപ്പെടുന്ന കർമ്മം എത്രേ താമസം. വായിച്ചോളൂ. ഹരേ കൃഷ്ണ. അനുബന്ധം ക്ഷയം ഹിംസ അനപേക്ഷ പൗരുഷം മോഹാദാരഭ്യതേ കർമ്മ യത്തത്താമസമുച്യതേ. തുടർന്നുണ്ടാവുന്ന കെട്ടുപാടുകളെയോ അന്യർക്കുണ്ടാവുന്ന നാശത്തെയോ ക്ലേശങ്ങളെയോ അവഗണിച്ചും ശാസ്ത്ര നിർദ്ദേശങ്ങൾക്കെതിരായും വ്യാമോഹം മൂലം ചെയ്യുന്ന കർമ്മമത്രേ താമസം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. അപ്പൊ ഇതിൽ എന്താണ് താമസം എന്നുള്ളത്? കർമ്മം എത്രേ താമസം. അപ്പൊ താമസത്തിൽ പറയുമ്പോള് കാരണം എന്താ വെച്ചാൽ മറ്റുള്ളവരെ അവർക്ക് എന്തൊരു കാര്യം ചെയ്യുമ്പോൾ അവർക്ക് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാവോ ഇല്ലോ ഇതൊന്നും അവർ ചിന്തിക്കില്ല. അവരെ നാശം ഉണ്ടായാലും കുഴപ്പമില്ല. അങ്ങനെ അതുപോലത്തെ ശാസ്ത്രത്തെ അവഗണിച്ചിട്ടുള്ളത് അങ്ങനത്തെ ഒക്കെ ചെയ്യുന്ന ആ കർമ്മത്തെയാണ് ശരിക്കും താമസ്യമായിട്ടുള്ള കർമ്മങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ വ്യക്തികൾക്ക് ചുമതല പോലും ഇല്ലാതെ കർമ്മം നാശകരമാണ്. വേദനിർദ്ദേശങ്ങളടങ്ങിയ നിയന്ത്രണ തന്ത്രങ്ങളെ നശിപ്പിക്കുന്നു. അവ ആക്രമണ പ്രവർത്തനത്തെയും അന്യജീവികൾക്ക് ക്ലേശമുണ്ടാവുമായിരിക്കും പലപ്പോഴും അതിന്റെ കർമ്മങ്ങൾ. അപ്പൊ എന്താണ് ഇങ്ങനത്തെ തമോഗുണത്തിലുള്ള വ്യക്തികൾക്കുള്ള സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ചുമതല ബോധമൊന്നും ഉണ്ടാവില്ല. അവരെന്താണ് അവരിഷ്ടത്തിനായിരിക്കും അവർ കർമ്മങ്ങൾ ചെയ്യുക. അത് മറ്റുള്ള ജീവജാലകൾക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ അതൊന്നും അവർ ശ്രദ്ധിക്കില്ല. ഇങ്ങനെ ചെയ്യുന്ന കർമ്മത്തെയാണ് നമ്മള് താമസ്യമായിട്ടുള്ള കർമ്മം എന്ന് പറയുന്നത്. മുക്തസംഗോനഹം വാദി ധൃത്തോത്സാഹ സമന്യത സിദ്ധോർ നിർവികാര കർത്താ സാത്വികമുച്യതേ. ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങൾ ബന്ധപ്പെടാതെ മിഥ്യാഹങ്കാരം ത്യജിച്ചും സ്ഥിരനിശ്ചയോടും ഉത്സാഹത്തോടും കൂടി ജയപരാജന അശോഭനം പ്രവർത്തിക്കുന്നത്രേ സാത്വികൻ. ഇപ്പൊ ഇതൊക്കെ കർമ്മങ്ങൾ ഇതൊക്കെ കഴിഞ്ഞ് ഇനി സാത്വികൻ എന്ന് പറയുന്നു. കർത്താവ് എന്നുള്ള രീതിയിൽ സാത്വികൻ എന്ന് പറയുന്നു. ഹരേഷ് വായിച്ചോളൂ. മുക്തസംഗോ അഹം വാദി ധൃത്യുത്സാഹ സമന്വിതഃ സിദ്ധ്യോർ നിർവികാര കർത്താ സാത്വിക ഉച്യതേ. ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളുമായി ബന്ധപ്പെടാതെ മിഥ്യാഹങ്കാരം ത്യജിച്ചും സ്ഥിരനിശ്ചയത്തോടും ഉത്സാഹത്തോടും കൂടിയും ജയാപജയങ്ങളിൽ അക്ഷോഭ്യനായും പ്രവർത്തിക്കുന്നവനത്രേ സാത്വികൻ. ഹരേ കൃഷ്ണ. ഹരേ സാത്വികൻ എന്നുള്ള ഇത് പറയുന്നു ആ വ്യക്തിന്. അപ്പൊ സാത്വികൻ എപ്പോഴും എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്കറിയാം ത്രിഗുണങ്ങളോട് ബന്ധപ്പെടാതിരിക്കുക അല്ലെ. സ്ഥിര നിശ്ചയം, ഒരു നിശ്ചയദാർഢ്യം ഉണ്ടാവുക, ഉത്സാഹം ഉണ്ടാവുക, പരാജയങ്ങൾ അക്ഷോഭ്യനായിരിക്കും. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന വ്യക്തിയാണ് ശരിക്കും സാത്വികൻ എന്ന് പറയുന്നത്. സന്താപങ്ങൾ ഒരേ വിധത്തിൽ കൈക്കൊള്ളുന്ന കർത്താവാണ് സാത്വികൻ. സാത്വികൻ എന്ന് പറയുമ്പോൾ അതില് ജയപരാജയങ്ങളെ പറ്റി അധികം ചിന്തിക്കാറില്ല. അത് എന്തുണ്ടായാലും ചെയ്യേണ്ട കാര്യം കറക്റ്റായിട്ട് ചെയ്തു പോകുന്ന വ്യക്തികളെയാണ് ശരിക്കും സാത്വികൻ എന്ന് പറഞ്ഞത്. രാഗി കർമ്മഫല പ്രേപ്സുർ ലുപ്തോ ഹിംസ അസുജഃ ഹർഷോ ശോകിനോദോ കർത്ത രാജസോ പരികീർത്തിതഹം. പ്രവൃത്തിയിലും അതിന്റെ ബലങ്ങളിലും ആസക്തനും ആ ബലങ്ങൾ അനുഭവിക്കാൻ ആഗ്രഹമുള്ളവനും ലോപിയും ഇരുഷാലും വിശുദ്ധിയില്ലാത്തവനും സുഖദുഃഖങ്ങളെ ബാധിതനുമായ കർത്താവ് എത്ര രാജസൻ. വായിച്ചോളൂ. രാഗി കർമ്മഫല പ്രേപ്സുർ ലുബ്ധോ ഹിംസാത്മകോ ശുചി ഹർഷശോകാനിത കർത്ത രാജസാ പരികീർത്തിതഃ. പ്രവൃത്തിയിലും അതിന്റെ ഫലങ്ങളിലും ആസക്തനും ആ ഫലങ്ങൾ അനുഭവിക്കുവാൻ ആഗ്രഹമുള്ളവനും ലോഭിയും ഈർഷ്യാലുവും വിശുദ്ധിയില്ലാത്തവനും സുഖദുഃഖങ്ങളാൽ ബാധിതനുമായ കർത്താവത്രേ രാജസൻ. ഹരേ കൃഷ്ണ. രാജസനെ പറ്റി പറയുന്നത് അപ്പൊ എന്താണ് തന്റെ പ്രവൃത്തിക്ക് ബലം പ്രതീക്ഷിക്കുക അല്ലെ, ആസക്തി ഉണ്ടാവും. അതാണ് പറഞ്ഞത്. പിന്നെ അനുഭവിക്കാം, നമുക്ക് ചെയ്ത് അതിന്റെ റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ അത് അനുഭവിക്കാൻ ആഗ്രഹിക്കും, ലോഭിയായിരിക്കും.
ഈർഷ്യാലും വിശുദ്ധവും ഇല്ലാത്തവനായിരിക്കും, സുഖദുഃഖങ്ങളിൽ ബാധിക്കുന്നവനുമായിരിക്കും രാജസൻ എന്ന് പറയുന്നത്. അപ്പൊ രാജസന്റെ കരുതുമ്പോ സാധാരണ രീതിയിലുള്ള ഭൗതികവാദികൾ എല്ലാവരും നമ്മൾ എന്താണ് ഭൗതികവാദി ആയതുകൊണ്ട്, കാരണം തീർച്ചയായിട്ടും അവരെന്താ രാജസൻ എന്നുള്ള രീതിയിലാണ് വരുന്നത്. ഭൗതികതയോട് വീട്, കുടുംബം, ഭാര്യ, പുത്രാദികൾ ഇവയോട് അത്യന്തം മമത ഉള്ളത് കൊണ്ട് ഒരാൾക്ക് ഒരു പ്രത്യേക പ്രവൃത്തിയിലും അതിന്റെ ബലം വലുതായ താല്പര്യമുണ്ടാകുന്നത്. അപ്പൊ നമുക്കറിയാം ഭൗതികത എന്ന് പറയുമ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളുണ്ട് അല്ലെ, വീട്, കുടുംബം, ഭാര്യ, പുത്രാദികൾ ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ് അല്ലെ. അപ്പൊ അതിനോട് വലിയ താല്പര്യമായിരിക്കും അവര് ഒക്കെ എന്താണ് സാത്വികമായിട്ടുള്ള രാജസ്യമായിട്ടുള്ള വ്യക്തികൾ എന്നാണ് പറയാ. കാരണം അവര് ചിന്തിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ തന്റെ നേട്ടങ്ങൾ ശാശ്വതമാണെന്ന് ഒരിക്കലും നഷ്ടപ്പെടാവുന്നതല്ലേ എന്നും കരുതുന്നു. അന്യരോട് ഈർഷ്യാലുകളായിരിക്കും, ഇന്ദ്രിയ സുഖ അനുഭവങ്ങൾക്ക് വേണ്ടി ഏത് പാപവും ചെയ്യും. അപ്പൊ അവരെ ചിന്താഗതിയാണ് പറയുന്നത്. അവരെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ ചിന്താഗതി തന്റെ എല്ലാ കാര്യങ്ങളും ശാശ്വതമായിട്ട് ഇതേപോലെ തന്നെ പോകും എന്നാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അവര് തന്റെ ഇന്ദ്രിയ സന്തോഷത്തിന് വേണ്ടി ഏത് പാപകർമ്മങ്ങളും ചെയ്യാൻ അവര് മടിക്കില്ല. അതാണ് ശരിക്കും അങ്ങനത്തെവരെയാണ് ശരിക്കും എന്ത് പറയുന്നത് രാജസൻ എന്ന് പറയുന്നത്. അടുത്തത് അയ്യുത്ത പ്രകൃത സ്തബ്ധ ശണ്ടോ നൈഷ്കൃതോ ആലസ വിഷാദി ദീർഘശ്രുതിച്ച കർത്ത താമസ ഉച്ചതേ. എപ്പോഴും ശാസ്ത്രനിഷിദ്ധങ്ങളായ കർമ്മങ്ങളിൽ ഏർപ്പെടുന്നവനും ഭൗതികവാദിയും ദുർവാശിക്കാരനും ചതിയനും മറ്റുള്ളവരെ അപമാനിക്കുന്നതിന് സമർത്ഥനും അലസനും ദുഃഖിതനും കർത്തവ്യം വെച്ചുകൊണ്ടിരിക്കുന്നവനുമായ ഒരാളെ താമസൻ എന്ന് പറയുന്നു. വെച്ചോളൂ. ഹരേ കൃഷ്ണ. അയുക്ത പ്രാകൃത സ്തബ്ധ ഷഡോ നൈഷ്കൃതികോലസ വിഷാദി ദീർഘസൂത്രീജ കർത്ത താമസ ഉച്യതേ. എപ്പോഴും ശാസ്ത്രനിഷിദ്ധങ്ങളായ കർമ്മങ്ങളിൽ ഏർപ്പെടുന്നവരും ഭൗതികവാദിയും ദുർവാശിക്കാരനും ചതിയനും മറ്റുള്ളവരെ അപമാനിക്കുന്നതിൽ സമർത്ഥനും അലസനും ദുഃഖിതനും കർത്തവ്യം നീട്ടിവെച്ചുകൊണ്ടിരിക്കുന്നവനുമായ ഒരാളെ താമസൻ എന്ന് പറയുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പൊ ഇതില് വളരെ സിമ്പിൾ ആയിട്ട് വീണ്ടും പറഞ്ഞതാണ് എന്താണ് താമസൻ എന്ന് പറയുമ്പോഴേ. ഒന്നാമത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ശാസ്ത്ര നിഷിദ്ധങ്ങളായ കർമ്മങ്ങൾ, ശാസ്ത്രത്തിൽ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ കർമ്മങ്ങളായിരിക്കും ഇവർ കൂടുതലും ചെയ്യുക. പിന്നെ ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യങ്ങൾ അവർ ചെയ്യും. പിന്നെ എന്താ പറഞ്ഞ അരുതാത്ത കർമ്മങ്ങൾ ചെയ്യും. അങ്ങനെ സാധാരണ അക്കൂട്ടർ ഭൗതികവാദികളും ആയിരിക്കും. പിന്നെ അവർ 1 മണിക്കൂർ കൊണ്ട് പൂർത്തീകരിക്കുന്ന പ്രവൃത്തി ചിലപ്പോ 1 കൊല്ലം വരെ നീട്ടിക്കൊണ്ടുപോകും. ഇങ്ങനത്തെ ചെയ്യുന്ന വ്യക്തികളെയാണ് താമസർ എന്ന് പറയുന്നത്. അടുത്തത് ബുദ്ധിർഭേദം ധൃതശ്ചൈവ ഗുണശസ്ത്രവിധം ഗുണത്രസ്ത്രീവിധം ശൃണു ശോഭമാനമശേഷേണ ഭക്തേന ധനഞ്ജയ. ഹേ ധനഞ്ജയ, ഭൗതികപ്രിയയുടെ ത്രിഗുണങ്ങൾ അനുസരിച്ച് പലതരത്തിലുള്ള ദൃഢനിശ്ചയങ്ങളും അറിവുകളും ഉണ്ട്. അവയ്ക്ക് കുറിച്ച് ഇനി പറഞ്ഞു തരാം, കേട്ടോളൂ. ഹരേ കൃഷ്ണ. ബുദ്ധിർഭേദം ധൃതേശ്ചൈവ ഗുണശസ്ത്രിവിധം ശൃണു പ്രോച്യമാനമശേഷേണ പൃഥക്ത്വേന ധനഞ്ജയ. ഹേ ധനഞ്ജയ, ഭൗതിക പ്രവൃത്തിയുടെ ത്രിഗുണങ്ങൾ അനുസരിച്ച് പലതരത്തിലുള്ള ദൃഢനിശ്ചയങ്ങളും അറിവുകളുമുണ്ട്. അവയെക്കുറിച്ച് ഇനി വിവരിച്ചു തരാം, കേട്ടോളൂ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പൊ ഇതില് പറയണത് ഇപ്പൊ ഇത്ര നമ്മൾ പറഞ്ഞു 3 വ്യക്തികളെ പറ്റി പറഞ്ഞല്ലേ, രാജസൻ, താമസൻ, സാത്വികൻ. ഇനി അടുത്ത് പറയുന്നത് എന്താണ്, പലതരത്തിലുള്ള നിശ്ചയങ്ങളും അറിവുകളും ഉണ്ട്. അതിനെ പറ്റിയാണ് പറഞ്ഞു തരാന്ന് പറഞ്ഞത്. അതിലോരോന്ന് പറഞ്ഞാണ്. 30-ാമത്തെ പ്രവൃത്തിം ച നിവൃത്തിം ച കാര്യകാര്യഭയാഭയേ ബന്ധം മോഷം ചയാ വേദി ബുദ്ധിപ്സ പാർത്ഥ സാത്വികി. കുന്തിപുത്ര, ചെയ്യേണ്ടതെന്തും ചെയ്തുകൂടാത്തതും എന്ത്, ഭയപ്പെടേണ്ടതും ഭയപ്പെടാത്തതും എന്ത്, ബന്ധത്തിനും മോക്ഷത്തിനും കാരണമെന്ത് എന്നറിയുന്നവനാണ് സാത്വികനായ ബുദ്ധി എന്ന് പറയുന്നത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പ്രവർത്തിം ച നിവർത്തിം ച കാര്യാകാര്യേ ഭയാഭയേ ബന്ധം മോക്ഷം ചയാ വേത്തി ബുദ്ധി സാ പാർത്ഥ സാത്വികി. കുന്തിപുത്ര, ചെയ്യേണ്ടതും ചെയ്തുകൂടാത്തതും എന്ത്, ഭയപ്പെടേണ്ടതും ഭയപ്പെടേണ്ടാത്തതും എന്ത്, ബന്ധത്തിനും മോക്ഷത്തിനും കാരണമാവുന്നത് എന്ത് എന്നെല്ലാം അറിയുന്നതാണ് സാത്വികമായ ബുദ്ധി. ഹരേ കൃഷ്ണ. അതെ, അപ്പൊ സാത്വികമായിട്ടുള്ള ബുദ്ധി അല്ലെ, അതിനെ പറ്റിയാണ് പറയുന്നത്. അവിടെ നമുക്ക് ചെയ്യാൻ പാടില്ലാത്തത്, ചെയ്യേണ്ടത്, ഇതൊക്കെ മനസ്സിലാക്കാനുള്ള കഴിവ് ആർക്കുണ്ടാവും, സാത്വികമായിട്ടുള്ള വ്യക്തികൾക്കുണ്ടാവും. അതിന് അവരെ സാത്വികമായിട്ടുള്ള ബുദ്ധിയുള്ളവരെന്ന് പറയുന്നത്.
ശാസ്ത്ര നിർദ്ദേശങ്ങൾ അനുസരിച്ച് കർമ്മം ചെയ്യുന്നതിന് അഥവാ അനുഷ്ഠാനങ്ങൾക്ക് അർഹങ്ങളായ കർമ്മങ്ങൾ ചെയ്യുന്നതിന് പ്രവൃത്തി എന്ന് പറയുന്നു. അങ്ങനെ അവയ്ക്ക് വിരുദ്ധങ്ങളായവയെ ചെയ്തുകൂടാ. ശാസ്ത്രങ്ങൾ മാർഗനിർദ്ദേശം അറിഞ്ഞുകൂടാത്തവൻ പ്രതികർമ്മങ്ങളുടെ ശൃംഖലയിൽ കുടുങ്ങിപ്പോകും. അപ്പൊ എന്താണ്, ഒരു സാധാരണ രീതിയിൽ ശരിക്കും തെറ്റേത് ശരി എന്താണെന്ന് ആർക്കും മനസ്സിലാകും? സാത്വികന്. അപ്പൊ അതാണ് അവൻ വിവേചിച്ചറിയാനുള്ള കഴിവ് അവന് കിട്ടും. അതാണ് ആ ബുദ്ധി കൊടുത്തിട്ടുള്ളത്. അതാണ് സാത്വികമായിട്ടുള്ള ബുദ്ധി എന്ന് പറയുന്നത്. യയാ ധർമ്മം ച കാര്യം ചാകരമേവ ച അയഥാവത് പ്രജജ്ഞാതി ബുദ്ധി സ പാർത്തി രാജസി. പാർത്ത, ധർമ്മം എന്തേ അധർമ്മം എന്തേ, ചെയ്യേണ്ടതെന്ത് ചെയ്യരുതാത്തതെന്ത് എന്ന് വേർതിരിച്ചറിയാനാവാത്ത ബുദ്ധിയാണ് രാജസം. ആ ബുദ്ധിനെ പറ്റിയും രണ്ടാമത്തെ രാജസ്യമായിട്ടുള്ള ബുദ്ധിനെ പറ്റി പറയും. ഹരേ കൃഷ്ണ. യയാ ധർമ്മം അധർമ്മം ച കാര്യം ചാകാര്യമേവ ച അയഥാവത് പ്രജാനാതി ബുദ്ധി സാ പാർത്ത രാജസി. പാർത്ത, ധർമ്മമെന്ത് അധർമ്മമെന്ത്, ചെയ്യേണ്ടതെന്ത് ചെയ്യരുതാത്തതെന്ത് എന്ന് വേർതിരിച്ചറിയാനാവാത്ത ബുദ്ധിയാണ് രാജസം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാം അല്ലേ? വേറെ ഒന്നുമില്ല പ്രത്യേകിച്ച്. അധർമ്മം അതൊക്കെ ഏതാ തിരിച്ചറിയാൻ പറ്റാത്തത് അല്ലെ? ബുദ്ധി ഉണ്ടെങ്കിലല്ലേ തിരിച്ചറിയാൻ പറ്റില്ല. അത് ബുദ്ധി ഇല്ലാത്ത ലെവലിൽ വരുമ്പോൾ എന്താണ്, അത് രാജസമാണ്. അതാണ് പറയുന്നത്, ചെയ്യരുതാത്തത് എന്ത് അറിയാനാവാത്ത ബുദ്ധി. ശരി തെറ്റ്, ധർമ്മം അധർമ്മം ഇതൊക്കെ വേർതിരിച്ചാൻ അറിയാത്തതിനെ ശരിക്കും രാജസ്യമായിട്ടുള്ള ബുദ്ധി എന്ന് പറഞ്ഞത്. അധർമ്മം ധർമ്മമിതിയ മന്യതേ തമസാവൃത സർവാർത്ഥാൻ വിപരീതാംശ ബുദ്ധി സ പാർത്ഥ താമസി. പാർത്ഥ, വ്യാമോഹത്തിന്റെ മന്ദകാരത്തിന്റെ സ്വാധീനയിൽ അധർമ്മത്തെ ധർമ്മത്തെയും ധർമ്മത്തെ അധർമ്മത്തെയും കരുതി സദാ തെറ്റായ വഴിക്ക് പ്രവർത്തിക്കുന്ന ബുദ്ധി താമസമാകുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അധർമ്മം ധർമ്മമിതിയാ മന്യതേ തമസാവൃത സർവാൻ താൻ വിപരീതാംശ ബുദ്ധി സാ പാർത്ഥ താമസി. ഹേ പാർത്ഥ, വ്യാമോഹത്തിന്റെയും അന്ധകാരത്തിന്റെയും സ്വാധീനതയിൽ അധർമ്മത്തെ ധർമ്മമായും ധർമ്മത്തെ അധർമ്മമായും കരുതി സദാ തെറ്റായ വഴിക്ക് പ്രവർത്തിക്കുന്ന ബുദ്ധി താമസമാകുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പൊ അത് കേൾക്കുമ്പോൾ നമുക്കറിയാം അല്ലെ? ധർമ്മത്തെ അധർമ്മമായും അധർമ്മത്തെ ധർമ്മമായിട്ട് നേരെ ഓപ്പോസിറ്റ് ചെയ്യാം. അങ്ങനത്തെ ബുദ്ധിനെയാണ് താമസം എന്ന് പറയുന്നത്. ശരിയായ ധർമ്മത്തെ ത്യജിച്ച് അയഥാർത്ഥമായ ധർമ്മത്തെ സ്വീകരിക്കുകയും താമസം ഒരു മഹാത്മാവിനെ സാധാരണക്കാരനായും വെറും ഒരു മനുഷ്യനെ മഹാത്മാവുമായി കണ്ടുന്നു. അപ്പൊ മഹാത്മാവിനെ സാധാരണക്കാരനായിട്ടും സാധാരണക്കാരനെ മഹാത്മാവായിട്ട് കാണുന്ന രീതിയിൽ അവരെയാണ് അവരുടെ ബുദ്ധിയാണ് ശരിക്കും താമസമായിട്ടുള്ള ബുദ്ധി എന്ന് പറയുന്നത്. അടുത്തത് ധൃതാം തൃപ്ത്യാം യായതരയതേ മനാ പ്രാണേന്ദ്രിയാക്രിയഃ യോഗനാമേ അഭിചാരേണ ധൃത്യം സ പാർത്ഥ സാധികീം. ഹേ പാർത്ഥ, യോഗാനുഷ്ഠാനത്തിൽ നിലനിർത്തിയും ദൃഢമായും മനസ്സിനെ പ്രാണൻ ഇന്ദ്രിയങ്ങൾ എന്നിവയുടെ പ്രവർത്തനം നിയന്ത്രിക്കുന്ന നിശ്ചയം സാത്വികമാണ്. ഹരേ കൃഷ്ണ. വായിച്ചോളൂ. ഹരേ കൃഷ്ണ. ധൃത്യായാധാരയതേ മനാ പ്രാണേന്ദ്രിയക്രിയാ യോഗേനാവ്യഭിചാരിണ്യാ ധൃതി സാ പാർത്ഥ സാത്വികി. ഹേ പാർത്ഥ, യോഗാനുഷ്ഠാനത്താൽ നിലനിർത്തിയതും ദൃഢമായതും മനസ്സ് പ്രാണൻ ഇന്ദ്രിയങ്ങൾ എന്നിവയുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്നതുമായ നിശ്ചയം സാത്വികമാണ്. ഈ സാത്വികമായിട്ടുള്ള നിശ്ചയത്തിനെ പറ്റി വീണ്ടും മൂന്നായിട്ട് തിരിക്കുകയാണ്. ആ മൂന്നായിട്ടിൽ വരുന്ന ഫസ്റ്റ് സാത്വികമായിട്ടുള്ളതാണ്. അപ്പൊ സാത്വികമായിട്ടുള്ള നിശ്ചയത്തിൽ പറഞ്ഞ യോഗാനുഷ്ഠാനത്തെ നിലനിർത്തിയും പിന്നെ ദൃഢമായതും മനസ്സ് പ്രാണൻ ഇന്ദ്രിയ എന്നിവ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്നത്. ഇപ്പൊ മനസ്സിനെയും പ്രാണനെയും ഇന്ദ്രിയങ്ങളൊക്കെ നിയന്ത്രിക്കാനുള്ള കഴിവായിരിക്കുണ്ടാവും സാത്വികമായിട്ട് നിശ്ചയമുള്ള വ്യക്തികൾക്ക് അതിന് കഴിയുള്ളൂ എന്ന് പറയുന്നത്. പരമമായ ജ്ഞാനത്തിനുള്ള ഒരു മാർഗമാണ് യോഗം. സ്ഥിര നിശ്ചയത്തോടെ മനസ്സിനെയും പ്രാണനെയും ഇന്ദ്രിയങ്ങളെയും പ്രവർത്തനം നിയന്ത്രിച്ച് പരമാത്മാ കേന്ദ്രീകരിക്കുന്നവൻ കൃഷ്ണബോധത്തിൽ വീഴും. അത്തരത്തിലുള്ള നിശ്ചയദാർഢ്യം സാത്വികമാണ്. അപ്പൊ നമ്മൾ സ്ഥിര നിശ്ചയത്തോടെ മനസ്സിനെയും അതുപോലെ പ്രാണനെയും ഇന്ദ്രിയങ്ങളൊക്കെ ഒരേ പ്രവർത്തനത്തിൽ കേന്ദ്രീകരിക്കുക. അങ്ങനെ വരുമ്പോഴാണ് അതിനെയാണ് കൃഷ്ണബോധം എന്ന് പറയുന്നത്. അതിനെയാണ് ശരിക്കും ആ നിശ്ചയദാർഢ്യത്തെയാണ് നമ്മൾ സാത്വികമായിട്ടുള്ള നിശ്ചയദാർഢ്യം എന്ന് പറയുന്നത്. അടുത്തത് ധർമ്മ കർമാർത്ഥാൻ ധൃത്യാധാരയതേ അർജുന
പ്രസന്നേന ഫലകാംക്ഷി ധൃതിപ്സ പാർത്തി രാജസി. അല്ലയോ അർജുന, ഏതൊരു നിശ്ചയം കൊണ്ടാണ് മനുഷ്യൻ ധർമ്മം, അധർമ്മം, കാമം എന്നിവ സ്വീകരിക്കുന്നത്? അവയിലുള്ള അത്യാസക്തി കൊണ്ട് ഫലകാംക്ഷിയായി തീരുന്നത് ആ നിശ്ചയം രാജസമാകുന്നു. ഹരേ കൃഷ്ണ. വായിച്ചോളൂ. ഹരേ കൃഷ്ണ. യാദോ ധർമ്മകാമാർത്ഥാൻ ധൃത്യാധാരയതേ അർജുന പ്രസംഗേന ബലാം കാക്ഷി ധൃതി സാ പാർത്ഥ രാജസി. അല്ലയോ അർജുന, ഏതൊരു നിശ്ചയം കൊണ്ടാണോ മനുഷ്യൻ ധർമ്മം, അർത്ഥം, കാമം എന്നിവയെ സ്വീകരിക്കുന്നത് അവയിലുള്ള അത്യാസക്തി കൊണ്ട് ബലാംകാക്ഷിയായി തീരുന്നത് ആ നിശ്ചയം രാജസമാകുന്നു. രാജസത്തിനെ പറ്റി പറയണാണ് അല്ലെ. കാരണം എന്ന് വെച്ചാൽ അർത്ഥ, ധർമ്മ, കാമ, മോക്ഷ എന്ന് പറഞ്ഞാൽ ധർമ്മം, അർത്ഥ, കാമ ഇതൊക്കെ സ്വീകരിക്കുക, അതിൽ അത്യാസക്തി ഉണ്ടാവുക. അങ്ങനെ വരുമ്പോ ആ നിശ്ചയത്തെ രാജസം എന്ന് പറയുന്നു. യയാ സ്വപ്നഭയം ശോക വിഷാദം മതമേവച ന വിമുക്തസ്തി ദുർമേധ ധൃത്യം സ പാർത്ഥ സദാമസി. അല്ലയോ കുന്തിപുത്ര, സ്വപ്നം, ഭയം, വ്യസനം, വിഷാദം, മതം എന്നിവയ്ക്ക് അതീതമല്ലാത്ത ബുദ്ധിശൂന്യമായ നിശ്ചയം തമോ ഗുണത്തിനുള്ളതാണ്. ഹരേ കൃഷ്ണ. യയാ സ്വപ്നം ഭയം ശോകം വിഷാദം മതമേവ ന വിമുച്ചന്തി ദുർമേധാ ധൃതി സാ പാർത്ഥ താമസി. അല്ലയോ കുന്തിപുത്ര, സ്വപ്നം, ഭയം, വ്യസനം, വിഷാദം, മതം എന്നിവയ്ക്ക് അതീതമല്ലാത്ത ബുദ്ധിശൂന്യമായ നിശ്ചയം തമോ ഗുണത്തിലുള്ളതാണ്. ഹരേ കൃഷ്ണ. തമോ ഗുണത്തിലുള്ള നിശ്ചയത്തെ പറ്റി പറയുന്നതാണ് അല്ലെ. കാരണം വെച്ചാൽ വിഷാദം ഇതൊക്കെ എന്തിനു പറയുന്നത്? ബുദ്ധിശൂന്യമായ നിശ്ചയം. അതാണ് തമോ ഗുണത്തിലേക്ക് പോണത്. ആവശ്യത്തിലേറെ ഉറങ്ങുവോ, ഭൗതിക സുഖങ്ങൾ അഭിമാനം കൊള്ളുകയോ, ഈ ലോകത്തിൽ അധിനിവേശം സ്ഥാപിക്കണമെന്ന് കിനാവ് കൊണ്ട് അതിനെപ്പറ്റി മനസ്സ്, പ്രാണൻ, ഇന്ദ്രിയങ്ങൾ എന്നിവ പ്രവർത്തിപ്പിക്കുകയും ചെയ്യുന്നവരുടെ ധൃതിയാണ് താമസം എന്ന് പറയുന്നത്. അവർക്ക് ലക്ഷ്യമൊക്കെ ഉണ്ട്, മനസ്സിലായ? അതെന്താ താമസ്യമായിട്ടുള്ളതായിരിക്കും. അത് കാരണമാണ് അവർക്ക് താമസ്യമായിട്ടുള്ള നിശ്ചയം എന്ന് പറയുന്നത്. അപ്പൊ അതെന്താണ്? ഈ ലോകത്തെ അധിനിവേശം സ്ഥാപിക്കുക, പിന്നെ നമ്മളെ ശരീരം, മനസ്സ്, പ്രാണൻ, ഇന്ദ്രിയങ്ങൾ ഇതൊക്കെ എന്തിനു വേണ്ടി ഉപയോഗിക്കുക? ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിച്ചു കഴിഞ്ഞാൽ ആ നിശ്ചയത്തെയാണ് നമ്മൾ പറയുന്നത് തമോ ഗുണമായ നിശ്ചയം എന്ന് പറയുന്നത്. അടുത്തത് സുഖം തദീനം ത്രിവിധം ശൃണോമേ ഭരതർഷഭ അഭ്യാസാദ്രമതേ യത്ര ദുഃഖാദരം ച നിഗച്ഛതി. ഹേ ഭരതർഷ, ബദ്ധനായ ജീവാത്മാവ് ആസ്വദിക്കുകയും ആസ്വാദനത്തിലൂടെ ചിലപ്പോൾ സകല ക്ലേശത്തിൽ നിന്ന് മുക്തി നേടുകയും ചെയ്യുന്ന സുഖത്തെ പറ്റി ഇനി പറയാം. ഇത് മൂന്ന് വിധത്തിലുണ്ട്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സുഖം ദിദാനീം ത്രിവിധം ശൃണുമേ ഭരതർഷഭ അഭ്യാസാദ് രമതേ യത്ര ദുഃഖാന്തം ച നിഗച്ഛതി. ഹേ ഭരതർഷഭ, ബന്ധനായ ജീവാത്മാവ് ആസ്വദിക്കുകയും ആ ആസ്വാദനത്തിലൂടെ ചിലപ്പോൾ സകല ക്ലേശങ്ങളിൽ നിന്നും മുക്തി നേടുകയും ചെയ്യുന്ന സുഖത്തെ പറ്റി ഇനി പറയാം. ഇത് മൂന്ന് വിധത്തിലുണ്ട്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഈ സുഖത്തിനെ പറ്റിയാണ് പറഞ്ഞത്. നമുക്ക് ഇതേപോലെ തന്നെ സുഖം എന്ന് പറയുമ്പോൾ സാധ്യമായിട്ടുള്ള സുഖമുണ്ട്, രാജസ്യമായിട്ടുള്ള കൊണ്ട്, താമസ്യമായിട്ടുള്ള സുഖമുണ്ട് എന്ന് പറയുന്നത്. അപ്പൊ അതില് ആദ്യത്തെ എന്ന് പറയുമ്പോൾ എന്താണ്? ജീവാത്മാവ് ആസ്വദിക്കുകയും ആസ്വാദനം ചിലപ്പോൾ സകല ക്ലേശങ്ങളിൽ നിന്ന് മുക്തി നേടുകയും ചെയ്യുന്ന സുഖത്തെ. അപ്പൊ മുക്തി നേടുന്ന സുഖത്തെയാണ് ശരിക്കും പറഞ്ഞത് ഈ സാത്വികമായിട്ടുള്ള സുഖം നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പൊ ഇത് തന്നെ മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇത് മൂന്നായിട്ട് തിരിക്കുന്ന നമുക്കറിയാം. ഓട്ടോമാറ്റിക് സാത്വികം, രാജസ്യം, താമസികം. അപ്പൊ ബദ്ധനായ ആത്മാവ് വീണ്ടും ഭൗതിക സുഖത്തിനെ ആസ്വദിക്കാൻ ഇച്ഛിക്കുന്നു. അങ്ങനെ ബദ്ധാത്മാവ് ചവച്ചത് തന്നെ വീണ്ടും ചവയ്ക്കുന്നു. കാരണം നമ്മൾ എന്തുകൊണ്ട് ഇവിടെ ബദ്ധസ്ഥരായിരുന്നു നമ്മൾ ചിന്തിക്കാതെ വീണ്ടും വീണ്ടും നമ്മൾ ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങൾക്ക് പിറകെ പോവുകയാണ് ചെയ്യുന്നത്. അതിനും പറയുന്നത് ബദ്ധാത്മാവ് ചവച്ചതിനെ തന്നെ വീണ്ടും ചവയ്ക്കുന്നു. ഒരു ബദ്ധ ജീവാത്മാവ് ഇന്ദ്രിയ സുബ്ദലുബ്ധിക്കുള്ള ഏതെങ്കിലും പ്രവൃത്തി എപ്പോഴും ഏർപ്പെട്ടുകൊണ്ടിരിക്കും. ഇതൊരു ആവർത്തനം മാത്രമാണെന്ന് സജ്ജന സമ്പർക്കത്തിലൂടെ ബോധ്യപ്പെടുമ്പോൾ തന്റെ യഥാർത്ഥ കൃഷ്ണബോധത്തിലേക്ക് ഉണർവുണ്ടാവും. ഇതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ എപ്പോഴും എന്തെങ്കിലും ഒരു പ്രവൃത്തിയിൽ ഇങ്ങനെ ഏർപ്പെട്ടുകൊണ്ടിരിക്കും. നമുക്കിത് മനസ്സിലാവണില്ല, നമ്മുടെ ഈ പ്രവർത്തനം വെറും ഒരു ആവർത്തനം മാത്രമാണെന്ന്. അല്ലേ? നമ്മളെന്ത് ചിന്തിച്ചാൽ ഒരു ഫോട്ടോസ്റ്റാറ്റ് എടുക്കുന്ന പോലെയാണ് നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നല്ലാണ്ട് അപ്പൊ എന്താണ്? അതൊരു ആവർത്തനമാണെന്ന് നമുക്ക് എന്നാ മനസ്സിലാവുള്ളൂ? സജ്ജന സമ്പർക്കത്തിലൂടെയാണ് നമുക്കത് മനസ്സിലാവുന്നുള്ളൂ. അങ്ങനെ അത് മനസ്സിലായി കഴിഞ്ഞാൽ അപ്പോഴാണ് നമുക്ക് കൃഷ്ണഭാവത്തിലേക്ക് ആ ഉണർവുണ്ടാവുന്നത്.
അടുത്തത് യത്തദേഗ്ര വിഷമമിമ പരിണാമപ്രദാം അമൃതോക്തമം തത് സുഖം സാത്വികീം പ്രോക്തം ആത്മബുദ്ധി പ്രസാദജം. ആദ്യം വിഷം പോലെ തോന്നിക്കുകയും അന്ത്യത്തിൽ അമൃതതുല്യവും ആത്മസാക്ഷാത്കാരത്തിനുമായ സുഖത്തെ സാത്വികമായിട്ടുള്ള സുഖം എന്ന് പറയുന്നു. ഹരേ കൃഷ്ണ. വായിച്ചോളൂ. ഹരേ കൃഷ്ണ. യത് തദഗ്രേ വിഷമിവ പരിണാമേ അമൃതോപമം സത്സുഖം സാത്വികം പ്രോക്തം ആത്മബുദ്ധി പ്രസാദജം. ആദ്യത്തിൽ വിഷം പോലെ തോന്നിക്കുന്നതും അന്ത്യത്തിൽ അമൃതതുല്യവും സാക്ഷാത്കാരം ഉണർത്തുന്നതുമായ സുഖത്തെ സാത്വിക സുഖം എന്ന് പറയുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സാത്വികമായിട്ടുള്ള സുഖം കൂടെ വിശദാക്കണേ. കാരണം ആദ്യം നമുക്കത് വിഷം പോലെ തോന്നും, അന്ത്യത്തിൽ അമൃത് അല്ലെ. ആദ്യം നമുക്ക് ദുഃഖമായിരിക്കും തരുന്നത്, പിന്നെയാണ് സന്തോഷം തരാം. അങ്ങനത്തെ ഒരു സുഖത്തെയാണ് സാത്വികമായിട്ടുള്ള സുഖം. അതായത് ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞ ആത്മസാക്ഷാത്കാരത്തിന് ഉണർത്തുന്നതായിട്ടുള്ള സുഖം. അതാണ് പറഞ്ഞ അതിനെ സാത്വികമായിട്ടുള്ള സുഖം എന്ന് പറഞ്ഞത്. അപ്പൊ ആത്മസാക്ഷാത്കാരത്തിനുള്ള യത്നത്തിൽ മനസ്സിന്റെയും ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാനുള്ള മനസ്സിനെ ആത്മാവ് കേന്ദ്രീകരിക്കുന്ന ചില നിയമ നിബന്ധനകൾ വഴങ്ങേണ്ടതുണ്ട്. അപ്പൊ നമുക്കറിയാം പെട്ടെന്ന് നമുക്ക് ആത്മീയത്തിലേക്കൊന്നും കടക്കാൻ കഴിയില്ല. അപ്പൊ അതിന് ചില നിയന്ത്രണങ്ങളൊക്കെ നമ്മൾ നടത്തേണ്ടി വരും അല്ലെ. ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കണം, മനസ്സിനെ ആത്മാവിൽ കേന്ദ്രീകരിക്കണം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യേണ്ടതായുണ്ട്. അപ്പൊ അതൊക്കെ ആദ്യം ഇത് വളരെ കൈപ്പേറിയതായിരിക്കും, വളരെ കർശനമായിരിക്കും. അപ്പൊ ഇത് കൈപ്പേറിയ പോലെ ആയിരിക്കും നമുക്ക് അനുഭവപ്പെടാം. പക്ഷെ അത് പതുക്കെ അനുഷ്ഠിച്ച് മുന്നിലേക്ക് വരുന്നാലോ നമുക്ക് പിന്നെ അമൃതം ആസ്വദിക്കണ പോലെ ആയിരിക്കും എല്ലാ കാര്യങ്ങളും എന്നാണ് പറയുന്നത്. അടുത്തത് വിഷയേന്ദ്രിയ സംയോഗ യദദ്രയമൃതമുത്തമം പരിണാമ വിഷമമിമാ തത്സുഖം രാജസാസ്മൃതം. ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളോട് ചേരുമ്പോൾ ഉളവാകുന്ന സുഖം തുടക്കത്തിൽ അമൃത തുല്യമെങ്കിലും ഒടുവിൽ വിഷപ്രായമാവുകയും വിഷപ്രായമാവും. രാജസമാണ് ഈ സുഖം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വിഷയേന്ദ്രിയ സംയോഗാദ്യഗ്രേ അമൃതോപമം പരിണാമേ വിഷമിവ തസ്സുഖം രാജസംസ്കൃതം. ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളോട് ചേരുമ്പോൾ ഉളവാകുന്ന സുഖം തുടക്കത്തിൽ അമൃതതുല്യമെങ്കിലും ഒടുവിൽ വിഷപ്രായമാവും. രാജസമാണ് ഈ സുഖം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പൊ ഇതില് രാജസമായിട്ടുള്ള ആ സുഖത്തെ പറ്റി പറഞ്ഞു. രാജസത്തിൽ എന്ന് പറഞ്ഞാൽ ആദ്യം അമൃതായിരിക്കും നമുക്ക് തോന്നാം, പിന്നെ എന്താണ് വിഷപ്രായമാകും. അതിനൊരു ഉദാഹരണം പറയുന്നത് തന്നെ ഒരു യുവാവും യുവതിയും തമ്മിൽ കണ്ടുമുട്ടുന്നു. അപ്പൊ ആദ്യം കാണുമ്പോൾ അവർക്ക് ഭയങ്കര ആഗ്രഹമൊക്കെ ആയിരിക്കും. പിന്നെ കുറച്ചു കാലം കഴിയുമ്പോൾ അവർക്ക് ദുഃഖത്തിലേക്ക് പല പ്രശ്നങ്ങളിലേക്ക് അവരിങ്ങനെ മാറി മാറി പോകുന്നതായിട്ട് കാണാം. അതാണ് പറഞ്ഞ അതിന്റെ ഉദാഹരണം പറഞ്ഞത്. അപ്പൊ ഇന്ദ്രിയ വിഷയങ്ങളുമായുള്ള സമ്പർക്കത്തിൽ നിന്നുള്ളാകുന്ന സുഖം ദുഃഖത്തിന് വഴിവെക്കുകയും എല്ലാ വിധത്തിലും അതിൽ നിന്നൊഴിഞ്ഞ് നിൽക്കേണ്ടതാണ് വേണ്ടത്. അപ്പൊ ആദ്യം കിട്ടുന്ന സുഖം നമ്മൾ പിറകെ പോയി കഴിഞ്ഞാൽ പിന്നെ തീർച്ചയായിട്ടും നമുക്ക് അത് ദുഃഖങ്ങളായിട്ടുള്ള കാരണങ്ങൾ ഉണ്ടാവുമെന്നും പറഞ്ഞു. അങ്ങനത്തെ ഉള്ള സുഖത്തിന് പറഞ്ഞത് രാജസ്യമായിട്ടുള്ള സുഖം എന്ന് പറഞ്ഞത്. യഥേന്ദ്ര ചാനുബന്ധേച്ച സുഖം മോഹനം ആത്മന നിദ്രാലസ്യ പ്രമദോദം തദാതാമസമുദാഹൃതം. ആത്മദർശനത്തെ സംബന്ധിച്ചിടത്തോളം അന്തവും ആദ്യം മുതൽ അവസാനം വരെ വ്യാമോഹഭരിതവും നിദ്ര, ആലസ്യം, പ്രമാദം എന്നിവയിൽ നിന്നുണ്ടാകുന്ന സുഖമാണ് താമസം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. യദഗ്രേജാനുബന്ധേജ സുഖം മോഹനമാത്മനഃ നിദ്രാലസ്യ പ്രമോദോത്തം തത്താമാസമുദാഹൃതം. ആത്മദർശനത്തെ സംബന്ധിച്ചിടത്തോളം അന്തവും ആദ്യം മുതൽ അവസാനം വരെ വ്യാമോഹഭരിതവും നിദ്ര, ആലസ്യം, പ്രമാദം എന്നിവയിൽ നിന്നുണ്ടാകുന്നതുമായ സുഖമാണ് താമസം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പൊ ഇതില് പറഞ്ഞത് ആത്മദർശനത്തെ സംബന്ധിച്ചോളം അന്തവും ആദ്യവും അവസാനം വരെ വ്യാമോഹഭരിതവും നിദ്ര, ആലസ്യം. അപ്പൊ നിദ്ര, ആലസ്യം ഇതൊക്കെയാണ് ഇതിന്റെ സുഖം. ആലസ്യത്തിലും നിദ്രയിലും സുഖം കാണുന്നവൻ തീർച്ചയായും താമസ സ്വഭാവത്തിൽ. ആലസ്യത്തിലും നിദ്രയിലും സുഖം കാണുന്നവൻ താമസ സ്വഭാവമായിരിക്കും. എങ്ങനെ പ്രവർത്തിക്കണമെന്നും എങ്ങനെ പ്രവർത്തിച്ചുകൂടാതെന്നും അയാൾക്ക് തുടർന്നും അറിയാതെ അയാൾ താമസ സ്വഭാവത്തിൽ തന്നെ. അപ്പൊ നിദ്രയിലും ആലസ്യത്തിലും സുഖം കാണുന്ന വ്യക്തികളെയാണ് ശരിക്കും താമസികമായിട്ടുള്ള അതിനെ സുഖം എന്ന് പറയുന്നത്. അയാൾക്ക് എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത്, എങ്ങനെയാണ് പ്രവർത്തിക്കാൻ കൂടാൻ പാടില്ലാതെന്നുള്ള കാര്യങ്ങളൊന്നും ആ വ്യക്തിക്ക് അറിയാൻ കഴിയില്ല. ഹരേ കൃഷ്ണ. ഒരു ശ്ലോകം വായിച്ചിട്ട് നിർത്താം നമുക്ക്. നാതസ്തൃക്തിവ്യം വാ
ദേവേഷു വാ പുനഃ സ്വാത്മം പ്രകൃതിജൈർമുക്തം യദേബി ത്രിഭിർഗുണഹം. ഈ ഭൂമിയിൽ ഉപരിയൂഹങ്ങളിൽ ദേവന്മാർക്കിടയിലോ പ്രകൃതിജന്യമായ ഈ 3 ഗുണങ്ങളിൽ നിന്ന് മുക്തനായിട്ട് യാതൊരു ജീവനുമില്ല. രേഷ്മ. ഹരേ കൃഷ്ണ. ന തതസ്തി പൃഥിവ്യാം വാ ദിവി ദേവേഷു വാ പുനഃ സത്വം പ്രകൃതിജൈർമുക്തം യദേബി സ്വാത്രിഭിർഗുണൈഃ. ഈ ഭൂമിയിലോ ഉപരിഗ്രഹ ഗുഹങ്ങളിൽ ദേവന്മാർക്കിടയിലോ പ്രകൃതിജനങ്ങളായ ഈ 3 ഗുണങ്ങളിൽ നിന്ന് മുക്തനായിട്ട് യാതൊരു ജീവനുമില്ല. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പൊ ഈ പറഞ്ഞതൊക്കെ ഈ ത്രിഗുണങ്ങൾ എന്നൊക്കെ പറഞ്ഞതും അതെന്താണ്, നമുക്ക് മാത്രമല്ല, ഭൂമിയിലുള്ള ജീവജാലങ്ങൾക്കും മാത്രമല്ല, മുകളിലുള്ള ഉപഗ്രഹ ഗൃഹങ്ങളിലുള്ള ദേവന്മാര് പോലും ഇതിൽ നിന്ന് മുക്തനായിട്ടില്ല എന്നാ പറയുന്നത്. അപ്പൊ 3 മുക്തനായിട്ട് യാതൊരു ജീവനുമില്ല. അപ്പൊ ഈ 3 ലോകങ്ങൾ അല്ലെങ്കിൽ 14 ലോകങ്ങളിലേക്ക് അപ്പുറത്തും ഈ 14 ലോകത്തിന്റെ അപ്പുറത്ത് കടക്കണം. അല്ലാത്തിടത്തോളം കാലം നമ്മൾ ഈ 3 ഗുണത്തിന്റെ ഉള്ളിൽ തന്നെ ആയിട്ട്, ആ ദേവനായാലും മറ്റുള്ള ജീവജാലങ്ങൾ ആയാലും എന്നാ പറയുന്നത്. രക്ഷ. നമുക്ക് നിർത്താം. ഇത്രയും പറഞ്ഞില്ല, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, നമുക്ക് നിർത്താം. നമുക്കൊന്ന് പഞ്ചകൽപരൂപച്ച കൃപാസിന്ധ്യാപച്ച പതിനംഭാവനേപി വൈഷ്ണവേപി നമ്മൊന്നും അനന്തകോടി വൈഷ്ണവ ഭക്തർക്ക് ഹരേ കൃഷ്ണ. എല്ലാവർക്കും പ്രണാമം. ശരി, അപ്പൊ നമുക്ക് നാളെ കാണാം.